السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه الفائزين برضا الله. أما بعد. കൊളത്തൂർ മൈക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു, ഞാനത് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്നുള്ള നിലക്ക് പ്രാർത്ഥിക്കുന്നതായിരുന്നു. എന്റെ ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ശബ്ദം ക്ലിയർ ആണെന്ന് കരുതും. വളരെ സാരഗർഭമായ ബുശ്റാക്കുമുൽ-യൗം എന്ന സംശുദ്ദീൻ ഫൈസിയുടെ പ്രഭാഷണത്തിന് ശേഷം നമ്മുടെ അബൂ ജസീൽ എന്നായിരുന്നു, നമ്മുടെ തങ്ങളല്ലേ, നമ്മുടെ കൊളത്തൂർ തങ്ങൾ തന്നെയല്ലേ? തങ്ങളിപ്പോ ഒമാനിൽ നിന്ന് എന്ന് കേട്ടതുകൊണ്ട് യെസ്, എന്റെ ഒരു കാര്യം കൂടി പറയാം. അഭിമാനമുണ്ട്, ബഹുമാനപ്പെട്ട തങ്ങളും ഞാനും കോട്ടുമല കോംപ്ലക്സിലെ ശരീക്കുമാരാണ്. അതുകൊണ്ട് ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് തങ്ങൾ ഇവിടെ വെച്ചെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ കാണാനും സംസാരം കേൾക്കാനും ശബ്ദം കേൾക്കാനൊക്കെ കിട്ടുക എന്നറിഞ്ഞത് വളരെ ഒമാനിലാണ് അറിയാം. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആളുകളാണ് ഞാനും തങ്ങളും ആപ്പി. അപ്പൊ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചിട്ട് നമ്മുടെ ചരണമുദ്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിവിടെ ചരണമുദ്രയിലൂടെ നടത്തുന്നത് ഒരു പ്രസംഗത്തിനൊക്കപ്പുറം നമ്മുടെ കേരളത്തിന്റെ പൈതൃകത്തില് വലിയ സേവനങ്ങൾ അനുഷ്ഠിച്ച ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ കടന്നുപോയിട്ടുണ്ട്. ലോകത്തിനെ തന്നെ വെല്ലുന്ന പണ്ഡിതന്മാർക്ക് ഭാഷാപരമായിട്ടും ഫിഖ്ഹിപരമായിട്ടൊക്കെ നേതൃത്വം നൽകാൻ കഴിയുന്ന പണ്ഡിതന്മാർക്ക് ജന്മം നൽകാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു കരയാണ് നമ്മുടെ കേരളക്കര. ആ പണ്ഡിതന്മാർക്ക് ആത്മീയപരമായി ഒരു നേതൃത്വവും അല്ലെങ്കിൽ അവർക്കൊരു തണലുമായിട്ട് പ്രവർത്തിച്ച ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സമസ്തയുടെ ജീവിതാന്ത്യം വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ ആ പണ്ഡിത സഭയ്ക്ക് വേണ്ടി തുടക്കം മുതൽ അവസാനം അതിന്റെ മരണം വരെ ത്യാഗോജ്വലമായ സേവനങ്ങൾ ചെയ്ത, അതിന് കാര്യപ്രസക്തമായ നേതൃത്വം വഹിച്ച ഒരു പണ്ഡിതനെ ആണ് പണ്ഡിത കേസരിയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ മിനിഞ്ഞാന്ന് ക്ലാസ്, ഇന്നലെ ഞാൻ പിന്നെ മനഃപൂർവ്വം ഒഴിവായതാണ്. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട ഷംസുൽ ഇൽമി വൽ ഉലമ, ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളെ കുറിച്ച് സവിസ്തരമായിട്ടുള്ള ഒരു പ്രഭാഷണം ബഹുമാനപ്പെട്ട സമദ് ഫൈസി നടത്തുമ്പോൾ മാത്രവുമല്ല ഇബ്രാഹിം മുണ്ടക്കലിന്റെ ചോദ്യങ്ങൾക്ക് തവ്വലല്ലാഹും ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുണ്ടക്കലിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ അദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ കേൾപ്പിക്കുന്ന ഒരു വേദിയായിരിക്കുമ്പോൾ പിന്നെ അതിന്റെ ഇടയിൽ ഇടപെട്ട് അതിന്റെ മഹത്വവും അതിന്റെ ഗുണമേന്മയും കളയണ്ട എന്ന ലക്ഷ്യത്തോടു കൂടി മനഃപൂർവ്വം മാറി നിന്നതാണ്. പിന്നെ മാത്രവുമല്ല കരീം ഫൈസി ഉസ്താദ് ഇപ്പൊ തന്നെ വരും. കരീം ഫൈസി ഉസ്താദിന്റെ നമ്മുടെ അന്തമാനിലെ ആന്ത്രോത്ത് ദ്വീപിലെ മുത്തുക്കോയ തങ്ങളുടെ ആന്ത്രോത്ത് ദ്വീപിലെ മുത്തുക്കോയ തങ്ങളുടെ നമ്മുടെ യൂസഫ് കിസ്സപ്പാട്ടൊക്കെ നമ്മൾ ഇനി കേൾക്കാനിരിക്കുകയുമാണ്. അത് ഇന്നലെ നടന്നുകയും ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് തൽക്കാലം മാറുന്നത്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക കാലഘട്ടത്തിൽ തന്നെ അതിന്റെ ഉപാധ്യക്ഷനായിരുന്ന ഒരു പണ്ഡിത മഹേശ്വരിയെ കുറിച്ചാണ്. ആരാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? നമ്മൾ ആരെയാണ് പറഞ്ഞു വെച്ചിരുന്നത് എന്ന്? ആരെയാണ് കേട്ടിട്ടുണ്ടോ? എന്നാൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹലോ, എന്റെ ശബ്ദം കേൾക്കാലോ? അല്ല, നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞു വെച്ചിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തായക്കോട് കുഞ്ഞാലി വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അബ്ദുൽ ഖാദർ ഫളുഫരി എന്ന് പറയുന്ന ചേനാട്ട് അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം നമുക്കറിയാം.
കേരളത്തിലെ ഇസ്ലാമിക പാരമ്പര്യവും ഇസ്ലാമിക പൈതൃകവും സംരക്ഷിച്ചു നിർത്തേണ്ടതിന്റെ പ്രാധാന്യം ചില ആളുകളുടെ കടന്നുകയറ്റം കൊണ്ട് വർദ്ധിച്ചു വന്നപ്പോൾ, ചില ആളുകൾ പുതിയ വ്യാഖ്യാനങ്ങളുമായി സമുദായത്തെ ബോധവൽക്കരിക്കാനുമായി ചില വ്യാഖ്യാനങ്ങളുമായി കടന്നു വന്നപ്പോൾ കേരളത്തിൽ നിലനിരുന്ന ആ സമുദായത്തെ ബോധവൽക്കരിക്കേണ്ടതിന്റെ അനിവാര്യത പണ്ഡിത സമൂഹത്തിന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇസ്ലാമിന്റെ തനത് രൂപത്തെ പരിരക്ഷിച്ചു നിർത്താൻ ഒരു സംഘശക്തി രൂപീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളുടെ കേരളത്തിലെ പണ്ഡിത കേസരികൾ നവ്വറല്ലാഹു മറാഖിദഹും അവരൊക്കെ ചർച്ച ചെയ്യുന്നത്. വഹാബി ആശയങ്ങൾക്കെതിരെ വളരെ ആദ്യകാലത്ത് തന്നെ ശക്തമായ പ്രചരണങ്ങളുമായൊക്കെ മുന്നോട്ട് വന്നിരുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. മഹാനവറുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ വർഗങ്ങളെ, എന്റെ ശബ്ദം കേൾക്കാനല്ലേ, മഹാനവറുകളെ അറസ്റ്റ് ചെയ്യാൻ പോലും ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയും പലപ്പോഴും അദ്ദേഹത്തിന് കല്ലടി കുടുംബത്തിൽ നിന്നൊക്കെയുള്ള സഹായം ലഭിച്ചതൊക്കെ നമ്മൾ മുമ്പും ചർച്ച ചെയ്തതാണ്. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാരഥനായ പണ്ഡിതൻ ഏതാനും മറ്റു ചില പണ്ഡിതന്മാർക്കൊപ്പം കേരളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ സയ്യിദ്, അറിയപ്പെട്ട സമുദായത്തിന് എന്നും സേവകനും സമുദായത്തിന്റെ ഒരു ആത്മീയ തേജസ്സുമായിരുന്ന മർഹൂം വരക്കൽ മുല്ലക്കോയ ബാലവി തങ്ങൾ, വരക്കൽ ബാലവി മുഹമ്മദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങളെ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളെ പോയി കാണുകയും ഇങ്ങനെയുണ്ടായ കേരളത്തിലെ ഈ പുതിയ ഐക്യസംഘത്തിന്റെയും മറ്റും കടന്നുകയറ്റത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് യുക്തമായ തീരുമാനം എടുക്കാൻ പ്രധാന പണ്ഡിതന്മാരുടെ ഒരു യോഗം വിളിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് 1925 വർഷം ഓർക്കുന്നുണ്ടാവൂലെ, 1925 പ്രമുഖ പണ്ഡിതന്മാരെല്ലാം ഏതാനും സമുദായത്തിന്റെ ഉമറാക്കളും കോഴിക്കോട് വലിയ ജുമാ മസ്ജിദിൽ സമ്മേളിക്കുകയുണ്ടായി. കാര്യഗൗരവമായ വളരെ പ്രധാനപ്പെട്ട നീണ്ട സുദീർഘമായ ചർച്ചകൾക്ക് ശേഷം പണ്ഡിതന്മാരുടെ ഒരു സഭ കേരളക്കരയിൽ അനിവാര്യമാണ് എന്ന് അവരെല്ലാവരും സമ്മതിക്കുകയും അങ്ങനെയാണ് കേരളത്തിൽ ഒരു പണ്ഡിത സഭയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. അതിന്റെ ഹഡ്ഡോ കമ്മിറ്റി എന്ന് പറയുന്ന അതിന്റെ ആദ്യ കമ്മിറ്റി രൂപീകരിച്ചത് KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ പാറോൽ ഹുസൈൻ മുസ്ലിയാർ, ഹുസൈനാജി എന്ന് പറയപ്പെടലുണ്ട്, പാറോൽ ഹുസൈനാജി എന്നിവരെ യഥാക്രമ സംഘടനയുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്ന രീതിയിൽ തെരഞ്ഞെടുക്കുകയും ചെയ്തു. പാറോൽ ഹുസൈനാജി സെക്രട്ടറിയും KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദഹുമ ഇവരെ എന്ത് ചെയ്തു, പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തു. ഈ പുതുതായി ഇവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഈ ഹെഡ്ഡോ കമ്മിറ്റി ഒരു വർഷത്തിനകം തന്നെ ധാരാളം പ്രഭാഷണ വേദികളും ദീനി ക്ലാസുകളും ഉത്ബോധന ക്ലാസുകളൊക്കെ പള്ളികളും അതുപോലെ തന്നെ മദ്രസകളൊക്കെ അല്ലാത്ത ഇടങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുകയും മലബാറിന്റെ പല ഊടുകമായ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലൊക്കെ ഇവർ ഈ വിഷയകമായി പ്രഭാഷണം നടത്തുകയൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് പുത്തൻ പ്രസ്ഥാനക്കാരുടെ കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്ന പ്രദേശങ്ങളിൽ ധാരാളം പൊതുസമ്മേളനങ്ങൾ നടത്തി സമൂഹത്തെ വിഷയം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവരുടെ ഭാഗത്തു നിന്ന് പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ബിദഈകളെ സംബന്ധിച്ചിടത്തോളം ബിദഈകളുടെ കടന്നുകയറിയിടങ്ങളിൽ ഒഴിഞ്ഞു പോകേണ്ടി വരികയും പുതുതായി പല പ്രദേശങ്ങളിലേക്കും കടന്നു കയറാൻ അവർക്ക് സാധിക്കാതിരിക്കുകയും ചെയ്തു എന്നൊക്കെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം 1926 ജൂൺ 26 കേൾക്കാലോ, 1926 ജൂൺ 26 സയ്യിദ് ഷിഹാബുദ്ദീൻ ചെറുകുഞ്ഞിക്കോയ തങ്ങൾ, അതായത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയുടെ സഹോദര പുത്രനാണ്. എന്തോ ഒരു പ്രത്യേക ടൈപ്പിംഗ് കാണുന്നുണ്ട്. എന്റെ ശബ്ദം കേൾക്കാലല്ലോ, ഞാൻ എന്തൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചു. ഒരു വർഷത്തിന് ശേഷം 1926 ജൂൺ 26
ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ ചെറുകുഞ്ഞിക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ മലയാളക്കരയിലെ പ്രശസ്തരായ ഒട്ടുമിക്ക പണ്ഡിതന്മാരും എന്ന് നമുക്ക് അവകാശപ്പെടാം ഒരു പങ്കെടുത്ത ഒരു സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടത്തി. പ്രസ്തുത സമ്മേളനത്തിൽ നിലവിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട പാറോൽ മൂസക്കുട്ടി ഹാജിയുടെയും അതുപോലെ തന്നെ മുഹമ്മദ് മീറാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദഹുമ ഇവരുടെ നേതൃത്വത്തിൽ തങ്ങളുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട ആ സംഘടന പുനർസംഘടിപ്പിക്കാനുണ്ടായ ഒരു തീരുമാനമെടുക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ അതിന് സമ്പൂർണ്ണ ഒരു സംഘടനാ രൂപം ആവിഷ്കരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ വരക്കൽ ബാ അലവി മുല്ലക്കോയ തങ്ങൾ സമസ്തയുടെ പ്രഥമ പ്രസിഡന്റായി സമ്മേളനം അവിടെ വെച്ച് നാമനിർദ്ദേശം ചെയ്തപ്പോൾ ഉപാധ്യക്ഷന്മാരായിക്കൊണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളം നവ്വറല്ലാഹു മർക്കദ, KM അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അതാണ് നമ്മുടെ അബ്ദുൽ ഖാദർ ഫളുഫരി എന്ന് പറയുന്ന പള്ളിപ്പുറം അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ എന്നിവർ ഉപാധ്യക്ഷന്മാർ, അവരൊക്കെ വൈസ് പ്രസിഡന്റ്മാരായിട്ടും പിന്നെ VP മുഹമ്മദ് മുസ്ലിയാർ, PK മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ സെക്രട്ടറിമാരുമായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ട് അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ഒരു പേരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ 1926 ജൂൺ 26 ഈ സഭ രൂപം കൊള്ളുന്നത്. ഈ മുബാറക്കായ കൂട്ടായ്മയുടെ തുടക്കം 1925 എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് പിന്നീട് വിപുലീകരിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിലേക്ക് അത് മാറ്റി അതിന്റെ ഒരു വലിയ രൂപം വന്നത് അഡ്വോ കമ്മിറ്റി വന്നത് 25-26 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഈ സംഘടന രൂപീകൃതമാണ്. ഈ പള്ളിപ്പുറം അബ്ദുൽ ഖാദർ ഫളുഫരി എന്ന മഹാപണ്ഡിതർ നവ്വറല്ലാഹു മർക്കദ മഹാനവർകളുടെ ജീവചരിത്രമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് സമസ്ത യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണെന്ന് ആർക്കെങ്കിലും ഓർക്കണ്ട? സമസ്ത രജിസ്റ്റർ ചെയ്ത വർഷം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മളൊരു ടിസ്കോമിന്റെ ഇടപെട്ടുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എപ്പോഴും ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയാണ്. സമസ്ത രൂപീകരിക്കപ്പെട്ടതാണെങ്കിലും സമസ്ത ഗവൺമെന്റ് തലത്തിൽ അത് രജിസ്റ്റർ ചെയ്തത് പിന്നീടും ഒരു ഏതാണ്ട് ഒരു ദശകത്തിന്റെ അടുത്ത ദശകമില്ല അതിന്റെ തൊട്ടടുത്ത വർഷത്തില് സമസ്ത രജിസ്ട്രേഷൻ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. സമസ്തയുടെ രജിസ്ട്രേഷൻ നടക്കുന്നത് 1934 നവംബർ 14 ഇതൊക്കെ ഓർത്ത് വെച്ചോളൂ. നമുക്ക് സമസ്തയുടെ ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടത്താം, ചോദ്യോത്തര സംഭവങ്ങളൊക്കെ, എന്റെ ശബ്ദം കേൾക്കാല്ലേ, ചോദ്യോത്തര മത്സരങ്ങളൊക്കെ നടത്താം. സമസ്ത 1934 നവംബർ 14 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ ഓഫീസർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിലെ രജിസ്റ്റർ ഓഫീസിലാണ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രഥമ ആക്ട്, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ആക്ട് ഉണ്ട് സംഘടനകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ആക്ട് പ്രകാരം രൂപീകരിക്കും. ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ തന്നെ ഈ ആക്ട് നിലവിലുണ്ടായിരുന്നു. ആ ആക്ടിന്റെ അനുസരിച്ചാണ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നമ്പർ ES1 1934/35 എന്നാണ്. 34-35 വർഷത്തിലേക്കുള്ള രജിസ്ട്രേഷനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യ രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ 1944/35 എന്നതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രജിസ്ട്രേഷൻ. നമ്മളിത് പറയുമ്പോൾ സമസ്തയും ഇതിന്റെ കൂടെ കടന്നു വരട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പഞ്ചലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾക്കൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഞാൻ അതുകൊണ്ട് അതൊന്നും പറഞ്ഞുകൊണ്ട് ആ പ്രധാനപ്പെട്ട 5 ലക്ഷ്യങ്ങൾ നമ്മൾ പലപ്പോഴും പ്രഭാഷണങ്ങളിൽ കേട്ടതാണ്. അതൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. നമുക്കിതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്ത രജിസ്ട്രേഷന് മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ ബോഡി രജിസ്ട്രേഷന് മുമ്പ് ജനറൽ ബോഡിയിലുണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം
ഏതാണ്ട് 125-ലപ്പുറം വരുമായിരുന്നു. സമസ്ത രജിസ്ട്രേഷന് മുമ്പ് സമസ്തയുടെ ജനറൽ ബോഡി അംഗങ്ങളുടെ ഇത് 1933-ലൊക്കെയുള്ള ജനറൽ ബോഡി അംഗങ്ങൾ 1933 വലൈക്കും അസ്സലാം സയ്യിദങ്ങൾ എത്തിയില്ല. നമ്മുടെ ആ ആളുകളെ വായിക്കണോ? 100 ആളുകളെ പേര് നമ്മൾ വായിക്കാണ്ട് 1933 ഇൻഷാ അല്ലാഹ് അതൊരു മറ്റൊരു ദിവസം നമുക്കതൊരു വിഷയമായിട്ട് തന്നെ എടുത്ത് കേൾക്കാം. എന്നാൽ 1934 നവംബർ 12 സമസ്ത കേരള ജമിയത്തുൽ ഉലമ 14 രജിസ്ട്രേഷൻ ആയിട്ട് കോഴിക്കോട് ഓഫീസ് രജിസ്റ്റർ ചെയ്തപ്പോൾ സന്ദർഭത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സമസ്തക്കുണ്ടായിരുന്ന മുഷാവർ അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. അല്ലേ നമ്മുടെ ജാഫർ വില്ലൻ സമസ്ത മുഷാവറ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ അംഗങ്ങളെ ചെറുതായിട്ടൊന്ന് പേര് ഞാൻ പറയാം. നമ്മുടെയൊക്കെ പ്രദേശത്തുള്ള പല പണ്ഡിതന്മാരും ഒരുപക്ഷെ അതിലുണ്ടാവും. നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ അറിയാനും പറഞ്ഞു കൊടുക്കാനും കഴിയും. നാട്ടുകാർക്ക് നമ്മുടെ നാട്ടിലെ ഉസ്താദിനെ കുറിച്ച് പറയാൻ കഴിയുമല്ലോ. ഒന്ന്, പ്രസിഡന്റായിട്ട് രജിസ്ട്രേഷൻ സമയത്ത് 1900 കാലഘട്ടത്തിൽ സമസ്തയുടെ പ്രസിഡന്റായിട്ടുണ്ട് ആങ്ങോട്ട് പുത്തൻ പീഡിയക്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ് നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളാണ് പ്രസിഡന്റ്. പിന്നുള്ളത് കുളമ്പിൽ അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളമാണ് വൈസ് പ്രസിഡന്റ് നവ്വറല്ലാഹു മർക്കദ. മൂന്നാമതായിട്ട് കുന്നുമ്മൽ മാമുന്തൊടി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മങ്കട പള്ളിപ്പുറം മഹാനവറുകളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പണ്ഡിത കേസരി നവ്വറല്ലാഹു മർക്കദ. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഖാദർ ഫർഫരി ഉസ്താദും അന്ന് വൈസ് പ്രസിഡന്റാണ്. നാലാമത്തെ ആള് മൗലവി ഫാസിൽ PK മുഹമ്മദ് മീരാൻ മുസ്ലിയാർ തിരുവാലി വൈസ് പ്രസിഡന്റ്. സമസ്ത രൂപീകരിക്കുമ്പോൾ 1925 നമ്മുടെ പാങ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ പോയി അങ്ങനെ പള്ളിയിൽ വെച്ചുകൊണ്ട് ചേർന്ന സംഘടനയുടെ പ്രസിഡന്റായിരുന്നു ആര്? ബഹുമാനപ്പെട്ട ഞാൻ ഇന്നലെ ഈ ചോദ്യത്തിന് മറുപടി വരണം എന്നുള്ള നിലക്ക് ഞാൻ കടന്നു വന്നതായിരുന്നു. കാരണം ഇന്നലെ ഒരു ചോദ്യം ആ സമയത്ത് ഇവിടെ കടന്നു വന്നിരുന്നു. ഞാൻ പിന്നെ അന്നേരത്തെ ഈ മറുപടി കൊടുക്കാം. ചർച്ച ഇങ്ങനെ പോയതുകൊണ്ടാണ്. കാരണം സമസ്തുൽ ഉലമ ഉസ്താദ് തെരഞ്ഞെടുത്ത ഒരാളെ സമസ്തയുടെ പ്രസിഡന്റ്ഷിപ്പിൽ നിന്നും മാറ്റി ഒരൊറ്റമായി മറ്റൊരാളെ തെരഞ്ഞെടുത്തു എന്നൊരൊറ്റ കാരണത്താൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഏതൊരുത്തൻ കുബുദ്ധിയോട് ചോദിച്ചിരുന്നു. അപ്പൊ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു, സമസ്തയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട മീരാ മുസ്ലിയാരെ മാറ്റിയിട്ട് മീരാ മുസ്ലിയാർക്കൊക്കെ നേതൃസ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട പാഹങ്ങൾ ഉസ്താദ് വരികയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മീരാ സ്ഥാപക കാലഘട്ടത്തിൽ തന്നെ എന്താ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇതിനൊക്കെ അപ്പുറം അള്ളാഹു ചില കാര്യങ്ങൾ നിയോഗിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഇവിടെ തീരുമാനിച്ചു എന്നുള്ളതിനൊക്കെ അപ്പുറം നിങ്ങൾ അങ്ങോട്ട് വിഷയം വിട്ടോക്കാണി ഇതിന് വേഗം പരിഹാരമാർഗം കാണും. ഇന്നലെ ചോദിച്ച ആള് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഭാര്യന്മാർ, അതായത് 10 ഭാര്യന്മാരുടെ ഒരു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങള് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി പറയുമ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തപ്പെട്ട ഒരു വിഷയമുണ്ട്. കാരണം പല ആളുകളും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യത്യസ്തമായ പല ആരോപണങ്ങളും ഉന്നയിച്ചു. ഇടമുറകിനെ പോലുള്ള ആളുകളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരുപാട് ആരോപണങ്ങൾ ഈ കൂടുതൽ ഭാര്യമാരുണ്ടായ വിഷയത്താൽ ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ആ സമയത്തും അല്ലാതെയും പണ്ഡിതന്മാർ പറഞ്ഞൊരു വിഷയം എന്താ പറയുക, ഈ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കല്യാണം കഴിക്കാനൊക്കെ ഉണ്ടായ കാരണം അള്ളാഹു ഈ പറയപ്പെട്ട മഹദികളായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യന്മാരായിട്ടുള്ള സ്ത്രീരത്നങ്ങളെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന മുഅ്മിനീങ്ങളുടെ മാതാവ് എന്ന സ്ഥാനപ്പേര് നൽകാൻ ഉദ്ദേശിച്ചു. ആ സ്ഥാനപ്പേര് കൊടുക്കണമെങ്കിൽ, ആ സ്ഥാനം കൊടുക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിട്ട് വരണം. അപ്പോ റളിയല്ലാഹു അൻഹ ഈ മഹാരത്നങ്ങൾ അങ്ങനെയൊക്കെ ചില ഭാഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്.
സമസ്തയുടെ ഇങ്ങനത്തെ ഒരു വിഷയം ഞാൻ ചുരുക്കിപ്പോ നിങ്ങൾക്ക് ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. മറ്റൊരു വിധേയത്തിലേക്ക് ചർച്ച തിരിച്ചു വിടാൻ ചില ആളുകൾ സ്റ്റാർട്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറെ നേരമായിട്ട് സ്റ്റാർട്ടാകാത്ത ആളുകളുണ്ട്. പക്ഷെ ബിസ്മിൻ കൂട്ടിയിട്ട് അവിടെ 756 കൂട്ടി സ്റ്റാർട്ടാക്കിയിട്ടും സ്റ്റാർട്ടാകാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. കാരണം എന്താ പറയുക, ചില ആൾക്കാർക്ക് ഇന്നാള് ഞാനത് പറഞ്ഞിരുന്നു, ഇബിലീസിന്റെ പണിയെടുക്കുന്നു. ഞാനത് പറഞ്ഞേക്കാൾ ഒന്ന് പോയതാണ്. ഇല്ല, ഞാൻ നിർത്തുന്നില്ല. ചില ആളുകളുടെ ഒരു പണി അങ്ങനെയാണ്, അതങ്ങനെ ഉണ്ടാവും. കാരണം അത് കെട്ടയിച്ചിട്ടല്ലോ, റമദാൻ കഴിഞ്ഞില്ലേ. അപ്പൊ അതിരിക്കട്ടെ. അങ്ങനെ ആ കാലഘട്ടത്തില് ബഹുമാനപ്പെട്ട ഉസ്താദ്, ബഹുമാനപ്പെട്ട PK വീരാ മുസ്ലിയാർ എന്ന് പറയുന്ന തിരുവാലിക്കാരനായ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നിരുന്ന ഉസ്താദിന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവിടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഉസ്താദ് വന്നു. മാറ്റിയെന്നൊന്നുമല്ല, അവിടെ അള്ളാഹുവിന്റെ നിയോഗം അതാകാനും മറ്റൊരു സ്ഥാനത്ത് ആ സ്ഥാനത്ത് അലങ്കരിക്കപ്പെടാൻ മറ്റൊരാൾക്ക് വിധി വരികയും ചെയ്ത കാരണത്താൽ അങ്ങനെ സംഭവിച്ചു. സമസ്തയുടെ കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിക്കും. നമ്മൾക്ക് അതവിടെ മനസ്സിലാക്കേണ്ടി, നമ്മളുടെ സമസ്തയുടെ നമ്മുടെ മതസംഘടന സമസ്തകളുടെ ജമിയത്തുൽ തീരുമാനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും ഉലമാക്കളൊക്കെ നമ്മോട് പറഞ്ഞിട്ട് അതൊക്കെ അള്ളാഹുവിന്റെ വിധി പോലെ നടക്കും. ആ വിധി പോലെ ആ കാര്യങ്ങൾ നടന്നു. അതിൽ ചില ആളുകളുണ്ടെങ്കിൽ കേടെടുത്താൻ വന്നിട്ടുണ്ടെങ്കിൽ 74 കയറി വന്നിട്ടുണ്ടെങ്കിൽ ഫിത്ന അടങ്ങിയിട്ട് അവർ പുറത്തു വന്നിട്ടുണ്ട്. അള്ളാഹ് അങ്ങനെ വിരോധിച്ചു. അല്ല, സ്റ്റാർട്ട് നല്ലവനല്ല ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ജാഫറുവില്ല അങ്ങനെ ഒരു അർത്ഥം. ഇങ്ങനെ നല്ലവന എന്ന് പറയുമ്പോൾ ഞാൻ നല്ലവനല്ല എന്ന് പറഞ്ഞൊരു അർത്ഥം വരുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ അല്ലേ സ്റ്റാർട്ട്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ്, അതിനുശേഷം പിന്നെ അഞ്ചാമതായിട്ട് ഞാൻ എണ്ണുമ്പോൾ എണ്ണിക്കോലിട്ട, അഞ്ചാമതായിട്ട് അമ്പലപ്പുറത്ത് ഇമ്പിച്ച് അഹമ്മദ് മുസ്ലിയാർ ഫറൂഖ് ബഹുമാനപ്പെട്ട ഉസ്താദും എന്തായിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആറാമതായിട്ട് സെക്രട്ടറി ആരായിരുന്നു, പഴയ പള്ളി വീട്ടിൽ മുഹമ്മദ് ഹാജി കോഴിക്കോട് മഹാനവറുകളായിരുന്നു. ഈ ഹാജി എന്നൊക്കെ പറയുമ്പോൾ ഇവരൊന്നും വിവരമില്ലാത്തവരെന്ന് കരുതണ്ട. ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയപ്പെടും. ഞാൻ ഇപ്പൊ നാളെ ഒരു ഹാജി ഉസ്താദിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ. ഇങ്ങനെ ഒരുപാട് ഹാജിമാർ, അരിപ്ര മൊയ്തീൻ ഹാജി, ഇവർ ബഹുമാനപ്പെട്ട KT മോഹൻ ഉസ്താദിന്റെ ഉസ്താദ്, അങ്ങനെ മുദരിസന്മാരാണ്. കാരണം അന്നത്തെ കാലത്ത് ഈ ഹാജി എന്നുള്ള പേര് ജനങ്ങൾ കൊടുക്കുന്ന പേരാണ്. അപ്പൊ ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട അവന്റെ പഴയ പള്ളി വീട്ടിൽ മുഹമ്മദ് ഹാജി കോഴിക്കോട് സെക്രട്ടറി, എരഞ്ഞിക്കൽ അഹമ്മദ് മുസ്ലിയാർ ഫറൂഖ് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നാണ് അന്നത്തെ സമസ്തയുടെ ആ സ്ഥാനത്തിന്റെ പേര്. പിന്നെ വലിയ കുനേങ്ങൽ മുഹമ്മദ് മൗലവി മൂതാക്കര മൂലര് കോഴിക്കോട് മുതലാണ് ബഹുമാനപ്പെട്ടവരാണ് മറ്റൊരു ജോയിന്റ് സെക്രട്ടറി. ഒമ്പതാമതായിട്ട് പുതിയകത്ത് മുഹമ്മദ് കോയ ഹാജി കോഴിക്കോട് ബഹുമാനപ്പെട്ടവരാണ് ഖജാജി. ഇതാണ് സമസ്തയുടെ രജിസ്ട്രേഷൻ സമയത്ത് സമസ്തയുടെ മുഷാവറയുടെ കമ്മിറ്റി. അങ്ങനെ 9 ആളുകളാണ് കമ്മിറ്റി. 10ാമതായിട്ട് മുഷാവറ മെമ്പർമാരായിട്ടുള്ളത് ഈ 9 കഴിഞ്ഞ് 10ാമത്തെ മുഷാവറ മെമ്പർ ആരാ, പൂതാറമ്പത്ത് ഷിഹാബുദ്ദീൻ അബൂ സആദത്ത് അഹമ്മദ് കോയ മുസ്ലിയാർ ചാലിയം. 11ാമത് പുത്തലത്ത് പീഡിയേക്കൽ മുഹമ്മദ് മുസ്ലിയാർ ബേപ്പൂര്. 12ാമതായിട്ട് സയ്യിദ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അലി പൂക്കോയത്തങ്ങൾ മമ്പാട് പൂക്കോയത്തങ്ങൾ, സമസ്തയിലുണ്ടായിരുന്ന മമ്പാട് പൂക്കോയത്തങ്ങൾ. 13ആയിട്ട് കരിമ്പനക്കൽ അഹമ്മദ് കുട്ടി മൗലേര്, കരിമ്പന മാമുട്ടിയേര്, കൈപ്പറ്റ മാമുട്ടിയിലേര് എന്ന് പറയും. കരിമ്പനക്കൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, കൈപ്പറ്റ വീരാമൂലേര് മാമുട്ടിയിലേരൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. നവറുല്ലാഹു മറാഖിദഹും. ഞാനീ പറയുമ്പോൾ നമ്മളൊക്കെ തോർക്കണം കേട്ടോ. പിന്നെ 14ാമതായിട്ട് കൊളപ്പുറത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ഇരിമ്പാലശ്ശേരി കേൾക്കാൻ താല്പര്യമുണ്ട്. പിന്നെ 15ാമതായിട്ട് മിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ സമദ് ഫൈസി ഉസ്താദ് പറഞ്ഞൊരു പേരാണ് പാനായിക്കുളത്ത് കരുവേലിപ്പറമ്പിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് കാഞ്ഞിരമുക്കിൽ. പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറുല്ലാഹു മർഖദ മഹാനവറുകളാണ് 15 മുഷാവറങ്ങയിലൊന്ന്. പിന്നെ 16ാമത്തത് ചെറിയ മുണ്ടം, നമ്മുടെ കൽപ്പഞ്ചേരിക്കാരനെ ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ, കുഞ്ഞിപ്പോക്കറിലേര് കൽപ്പഞ്ചേരിക്കാരൻ ചെറിയ മുണ്ടംകുണ്ടില് കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ കൽപ്പഞ്ചേരി. 17ാമത്തതായിട്ട് പൊക്കാവിൽ ഉണ്ണിയാലിക്കുട്ടിയോലേര് കുറ്റിപ്പാല. 18ാമതായിട്ട് കോടമ്പിയകത്ത് മുഹമ്മദിലേര് പൊന്നാനി.
19-ാമതായിട്ട് നാലകത്ത് മരക്കാർ കുട്ടിയോലേര് മഞ്ചേരി 19. 20 കരിമ്പനക്കൽ സദക്കത്തുള്ള ഉസ്താദ് മമ്പാട്, നമ്മുടെ KK സദക്കത്തുള്ളോലേര്, കരിമ്പനക്കൽ സദക്കത്തുള്ളവര് സംസ്ഥാന വിഭാഗം ഉണ്ടാക്കി ബഹുമാനപ്പെട്ട മമ്പാട്. 21 മടത്തൊടി കാപ്പാട്ട് മുഹമ്മദ് മുസ്ലിയാർ, മൂപ്പരാളും മലപ്പുറം ഈ പള്ളിപ്പുറ ഭാഗത്തൊക്കെയാണ് ഇവരെ കുടുംബം എന്നുള്ളത്, കാപ്പാട്ട് കുടുംബം ഉള്ളത്. മടത്തൊടിയിൽ കാപ്പാട്ട് മുഹമ്മദ് മുസ്ലിയാർ മലപ്പുറം. 22-ാമതായത് മുടയൻ പുലാക്കൽ അലി ഹസൻ മുസ്ലിയാർ തിരൂര്. 29 പാലക്കാ വളപ്പിൽ പടിഞ്ഞാറേ ഒറ്റയിൽ ബാവൂലേര്, വടകര ബാവൂലേര്. അത് 23-ാമത്തെ പാലക്കാ വളപ്പിൽ പടിഞ്ഞാറേ ഒറ്റയിൽ ബാവൂലേര്, വടകര ബാവൂലേര്. നവറല്ലാഹു മർക്കദ. 24-ാമത്തെ പുതിയ വീട്ടിൽ അബ്ദുള്ളോലേര് തൂണേരി, തൂണേരിക്കാരൻ ബഹുമാനപ്പെട്ട അബ്ദുള്ളോലേര്. നവറല്ലാഹു മർക്കദ. 25-ാമതായിട്ട് പാലോട്ട് മൂസക്കുട്ടി ഹാജി കണ്ണൂര്. 26 പാലോട്ട് മൂസക്കുട്ടി ഹാജി മുഷാവർ അംഗത്തിലേക്ക് വന്നു. ആദ്യത്തെ നിങ്ങൾ നോക്കണേ, ഇന്നലെ ചോദിച്ച ചോദ്യകർത്താവ് ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. ആദ്യകാലത്തിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണിത്. അഡ്വോ കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പാലോട്ട് മൂസക്കുട്ടി ഹാജി. ബഹുമാനപ്പെട്ടവര് സമസ്തയുടെ മുഷാവർ അംഗമായിട്ട് പിന്നെ വരുന്നത്. അതൊക്കെ അള്ളാഹു ഓരോ കണക്കാക്കി അതനുസരിച്ച് നീങ്ങും. 20 അതിൽ ഇന്നലെ ചോദിച്ചതുകൊണ്ട് ഞാൻ എനിക്കതിങ്ങനെ ചോദിച്ചപ്പോൾ സമസ്തയുടെ ചരിത്രത്തിന്റെ അല്പം പോലും അറിയാത്തവനായി മാറി. സമസ്തയുടെ തീരുമാനങ്ങൾ ആരെടുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പോലും അത് എടുക്കുന്നവരുടെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തും സഹായത്തോടു കൂടി എടുക്കുന്ന തീരുമാനങ്ങളാണ്. 25 അല്ലേ പറഞ്ഞത്? 26-ാമത്തത് 25 പറഞ്ഞത്. 26-ാമത്തത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ വാഴക്കാട്, നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ. നമ്മൾക്കൊക്കെ പരിചയമുള്ള ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ നല്ലൊരു ശതമാനം ആളുകളും കണ്ട ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. 27-ാമത്തെ ഉദിനൂര് മൈങ്ങാന്റെ വീട്ടിൽ അബ്ദുറഹ്മാൻ മൗലിയർ, ഫറൂഖിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ. പിന്നെ 28-ാമത്തെ ഓവുങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ മലപ്പുറം. 29-ാമത്തെ കൂരിമണ്ണിൽ പാറപ്പുറത്ത് ഉണ്ണി തോലിയർ മലപ്പുറം. 30-ാമത്തെ കൂരിമണ്ണിൽ മമ്മുണ്ണി മൗലിയർ പൂക്കോട്ടൂര്, മമ്മുണ്ണി മുസ്ലിയാർ പൂക്കോട്ടൂർ. 31-ാമത്തെ തെക്കാരകത്ത് മുഹമ്മദ് കോയ മുസ്ലിയാർ കോഴിക്കോട്. 32-ാമത്ത് അടക്കാനി വീട്ടിൽ മുഹമ്മദ് മുല്ല കോഴിക്കോട്. 33 കോഴ വീട്ടിൽ സയ്യിദ് അഹമ്മദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ കോഴിക്കോട്. 34 ഇടിയങ്ങര പള്ളി വീട്ടിൽ കുഞ്ഞിക്കോയ മുല്ല ഇടിയങ്ങര കോഴിക്കോട്. 35 ഉമ്മാട്ട് മുരിങ്ങേക്കൽ അബ്ദുൽ അലി എന്ന കോമു മുസ്ലിയാർ പനയത്തിൽ പള്ളിയിൽ, പരപ്പങ്ങാടി പനയത്തിൽ പള്ളിയിൽ മുദരിസായിരുന്നു. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ ഭാര്യാപിതാവ്. അതാണ് എന്റെ ഓർമ്മ. ശരിയാണ്. ബഹുമാനപ്പെട്ടവരുടെ ഖബർ കോമൂലിയരുടെ, അബ്ദുൽ അലി കോമൂലിയുടെ ഖബർ അവിടെ തന്നെ ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ നമ്മൾ ആരത്തുണ്ട് ഉമ്മാട്ട് മുരിങ്ങേക്കല്. പിന്നെ 36-ാമത്തെ തങ്കയത്തിൽ കുഞ്ഞാപ്പോലിയർ ചെറുതുരുത്തി. 37 കരിമ്പനക്കൽ മൊഹമൂലിയർ മണ്ണാർക്കാട്. 38 കല്ലോളി ചോവായൂർ കളത്തിൽ അബ്ദുൽ ഖാദർ മൗലവി കുണ്ടോട്ടി. 39 തൊണ്ടിക്കടൻ കുഞ്ഞായൻ മൗലവി കുഞ്ഞാപ്പ കുണ്ടോട്ടി, കോയപ്പ കുണ്ടോട്ടി. കുഞ്ഞായി മുസ്ലിയാർ കോയപ്പ കുണ്ടോട്ടി. കേൾക്ക്, ഓർമ്മയില്ലാത്തൊരു പേര്. ഇടിയങ്ങര പള്ളി വീട്ടിൽ അബൂബക്കർ മുല്ല കോഴിക്കോട് 40. ഇങ്ങനെ സമസ്തയുടെ 40 അംഗങ്ങൾ. ഇവർക്ക് സാക്ഷികളായിട്ട് ഒപ്പിട്ടത് അന്ന് ഖാൻ സാഹിബ് വി ആറ്റക്കോയ തങ്ങൾ പൊന്നാനിയും മലപ്പുറം ഖാസിയായിരുന്ന ഖാൻ ബഹദൂർ OPM മുത്തുക്കോയ തങ്ങളുമായിരുന്നു. അപ്പോൾ സമസ്ത രജിസ്ട്രേഷൻ ചെയ്യുന്ന കാലഘട്ടത്തില്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ രജിസ്ട്രേഷൻ ചെയ്ത കാലഘട്ടത്തില് 40 മുഷാവറ അംഗങ്ങളുടെ പേര്, പണ്ഡിതൻ കേസരികളുടെ പേരാണ് നമ്മൾ വായിച്ചു കേട്ടത്. നവ്വറല്ലാഹു മറാഖിദഹും. അവരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു വീട്ടിത്തരട്ടെ. അവരോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമുക്ക് ഒരുമിച്ച് കൂടിത്തരട്ടെ. ഇനി നമ്മൾ ഇന്ന് ഉസ്താദിനെ പരിചയപ്പെടുത്താൻ പോകുന്ന ഉസ്താദ് ആരാണ് ഞാൻ വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഏതായിരുന്നാലും
ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഫളുഫരി ഉസ്താദിനെ കുറിച്ചാണ്. കേൾക്കുന്നില്ല ഷാജി? ഷാജി എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരാളാട്ടോ. നമ്മളെ ഈ ബൈലക്സ് ഒക്കെ ഒരുപക്ഷെ തുടങ്ങുന്നതിന് മുമ്പ് ഷാജി ഉസ്താദായിരിക്കുന്ന കാലത്ത് അറിയും. ഷാജിന്റെ ഉപ്പ ഏറ്റവും നല്ല ബന്ധം ഉണ്ടായിരുന്നു. അല്ലാഹ് റബ്ബുൽ ഇസ്സത്ത് ആ വലിയ പണ്ഡിതനാട്ടോ. ജനങ്ങൾക്ക് അല്ല ഷാജിയെ വലിയ പണ്ഡിതനാണ്. ഇതൊക്കെ അറിയുന്ന ആളായിരിക്കും. പടച്ചോനെ സ്റ്റാർട്ടിനെ ഈ സ്റ്റാർട്ട് അടിച്ചതാ. ഇപ്പോഴത്തെ 40 പേരുടെ പേര് പറയാമോ? ഇപ്പത്തെ 40 പേരുടെ പേര് പറയാമോ? ഇതിപ്പോ അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലോ. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഫിത്തിനെ കിട്ടുമോ നോക്കാനാണല്ലോ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ പഠിച്ച ഇപ്പത്തെ നമ്മൾ പഴയ കാലം പറഞ്ഞു വരുമ്പോ, ചരിത്രം പറഞ്ഞു വരുമ്പോൾ, നമ്മൾ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുമ്പോ റസൂലുള്ളാഹിന്റെ ചരിത്രത്തിലേക്ക് വരികയാണ്. ബാക്കിയുള്ള ഒരുപാട് ചരിത്രം പറഞ്ഞു വരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രമല്ലേ. ഇയാളൊക്കെ ഇബ്നു കസീർ കിതാബ് എഴുതണം, റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് എഴുതണം. നേരത്തെ ഇപ്പം കിതാബ് എഴുതണോടുത്തുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം പറയും. കാരണം ഇബ്നു കസീർ ആദ്യം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഖസസുൽ അംബിയയിൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എഴുതിയത്. പിന്നെ അപ്പം പറയും റസൂലുള്ളാഹിന്റെ ചരിത്രം ചോദിച്ചായിട്ട് നടുവിലെഴുതിക്കൂലേ? അതുണ്ടാവും. അല്ല, ചില സ്ഥാനങ്ങൾ മുഷാവറയിലെ ചില സ്ഥാനമാനങ്ങളിൽ കുറവൊക്കെ ഉണ്ടാവും. ചില സമയത്ത് മരണപ്പെട്ട സമയത്ത് അവിടത്തേക്ക് ചേർക്കാനും അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ചില മുഷാവറ ചേരുമ്പോൾ എല്ലാ മുഷാവറ അംഗങ്ങളും എത്തിപ്പെടാത്തതും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും അല്ല, അതൊരു വിഷയമുള്ള കാര്യമല്ല. നമ്മളിപ്പോ ഒരു വിഷയത്തിൽ തന്നെ കുടുംബത്തിൽ കല്യാണം ഉണ്ടാകുമ്പോൾ ഗൾഫിൽ നിൽക്കണ എനിക്ക് വരാൻ പറ്റുന്ന ചെത്തപ്പോ കാട്ടണു, വാപ്പാക്ക് വെച്ചെടുക്കാൻ പോകാൻ പറ്റുന്ന ചെത്തപ്പോ കാട്ടണു അല്ലേ? അല്ല, അത് മൂപ്പരാൾക്ക് സംശയമാണ്. പക്ഷെ ഞാനിപ്പോ ഇബ്നു കസീർ കിതാബ് ചെയ്ത് റഹ്മത്തുള്ളാഹിന്റെ കിതാബ് ചെയ്തുമ്പോ മൂപ്പരാള് വേഗം പിന്നെ ആദം നബിന്റെ ചരിത്രം പറയുമ്പോ അതിന്റെ ഇടയിൽ റസൂലുള്ളാഹിന്റെ ചരിത്രം കയറ്റിയിട്ട് അങ്ങോട്ട് തിരിച്ചുവിടാൻ നോക്കുന്ന പരിപാടി, അത് പരമാവധി കേൾക്കാൻ ശ്രമിക്കുക. ഇത്ര കാര്യങ്ങൾക്ക് നമ്മള് പെട്ടെന്ന് ഒരു ഘടന വെച്ചുകൊണ്ട് പോകുമ്പോൾ, കാരണം ദിവസം ക്ലാസ്സുകളല്ലേ, കുറച്ച് പോവല്ലേ സ്റ്റാർട്ട്, എന്റെ അടിയിൽ നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറുണ്ടാക്കിയാല് ഇങ്ങനെ പഠിച്ചതേ. ഇത് വിനാക്കിനെ വിധി ഉണ്ടാക്കാൻ പിന്നാലെ വില കൂടി അവർക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നില്ല, അതിന്റെ ഉദാഹരണം ബാക്കിയുള്ള ആലോചിച്ചാൽ മതി. ഏതായിരുന്നാലും വിട്ടേക്ക് അല്ല, ഇടയ്ക്കിടക്കൊക്കെ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ മാറ്റി പറയാനും അവസരം കിട്ടുമല്ലോ അല്ലേ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഫളുഫരി റഹ്മത്തുള്ളാഹി മഹാനവറുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അക്കാലഘട്ടത്തിലെ അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ അഗ്രേസരനായിരുന്നു. ഭാഷ കൊണ്ടും ഭാഷാ പാണ്ഡിത്യം കൊണ്ടും ഫിഖ്ഹി പാണ്ഡിത്യം കൊണ്ടും ഒക്കെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഫളുഫരി ഉസ്താദ്. ഇവരുടെ കുടുംബത്തിന് പടച്ചോൻ ഒരു ഹെല്ല് കൊടുത്തിട്ടുണ്ട്. കവിത എഴുതുക എന്ന് പറയുന്നത് ഇവരുടെ കുടുംബത്തിന്റെ ഹെല്ലാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്ക് നല്ല പല ആളുകളുടെ അഭിപ്രായം പറയുന്നതും കേട്ടിട്ടുണ്ട്. പടച്ചോൻ ഇവരുടെ കുടുംബം അള്ളാഹു കൊടുത്ത ഒരു പ്രത്യേക കഴിവ്. നിങ്ങൾക്ക് ഇപ്പടുത്ത് ഞാൻ പട്ടിക്കാട് ജാമിഅന്നൂരി അറബി കോളേജിന്റെ ഒരു അറബി മാസിക അൽനൂർ മാസികക്ക് വേണ്ടി ഒരു കവിതാ മത്സരം നടത്തിയതിൽ ഒരു പേര് ഞാൻ വായിച്ചത് ബഹുമാനപ്പെട്ട അൻവർ മൗലിയരെ കുറിച്ചാണ്. അൻവർ മൗലിയരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൊന്നാനി കോളേജിന്റെ പ്രിൻസിപ്പാളായിരുന്നു അൻവർ മൗലിയർ. ഇപ്പൊ മദീനത്തൊരു പള്ളിയിലതാണ് നമ്മളെ സാലി മൗലിയരാണ് അനിയൻ അൻവർ മൗലിയർ. മുണ്ടുപറമ്പ് പള്ളി ദർസിലെ മുദരിസായിരുന്നു. പിന്നീട് പൊന്നാനി കോളേജിന്റെ പ്രിൻസിപ്പാളൊക്കെ ആയി. മൂപ്പരാളുടെ ഒരു കവിത, അതിനാണ് ഫസ്റ്റ് പ്രൈസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഈ അടുത്ത ഞാനിപ്പോ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പുസ്തകം അൽനൂർ ഞാൻ വാങ്ങിയിരുന്നു. വാഫിയല്ല, പ്രായമുള്ള ഉസ്താദാ, പ്രായമുള്ള. പക്ഷെ ആ കുടുംബത്തിന് അള്ളാഹു ഇങ്ങനെയുള്ള ഒരു കഴിവ് ആ കുടുംബവുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഫളുഫരി ഉസ്താദിന് ജീവചരിത്രത്തിൽ ജവാഹിറുൽ അഷ്ആർ എന്ന് പറയുന്ന ഉസ്താദിന്റെ കൃതി കണ്ടവരോ അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങളെ കുറിച്ച് പഠിച്ചവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജവാഹിറുൽ അഷ്ആർ എന്ന് പറയുന്ന കൃതിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ബഹുമാനമായിട്ട് സമദ് ഫീസ് ഉസ്താദുണ്ടെങ്കിൽ അത് പക്ഷേ അതിന്റെ അറബി ഭാഷാ പാണ്ഡിത്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആരുടെയൊക്കെ സഹായം നമുക്ക് ആ വിഷയത്തിൽ തേടാം. ബഹുമാനപ്പെട്ട ഒരു വലിയ അറബി കവിയും ചിന്തകനും അതുപോലെ തന്നെ നല്ല പ്രസംഗത്തിന്റെ ഉടമ വലിയ ഖതീബായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്.
ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കുടുംബം തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ അറേബ്യയിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രബോധനാർത്ഥം പലരും നമ്മുടെ കേരളക്കരയിൽ ചാരീരമായി കുടിയേറിപ്പാർത്തിട്ടുണ്ട്. അങ്ങനെ അറേബ്യയിൽ നിന്ന് ചാലിയത്ത് വന്ന് കുടിയേറിപ്പാർത്ത ഒരു പണ്ഡിത കുടുംബത്തിലാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഫളുഫരി മഹാനവറുകൾ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ജനിക്കുന്നത്. ചാലിയത്ത് നിന്ന് ആ കുടുംബത്തിലെ ചില ആളുകൾ തിരൂരങ്ങാടിയിലെത്തി. അങ്ങനെ തിരൂരങ്ങാടിയിൽ അവരുടെ കുടുംബമായി താമസിക്കുമ്പോൾ പ്രമുഖനായ ഒരു പണ്ഡിതനെ, തിരൂരങ്ങാടിയിലെ ഈ പണ്ഡിത കുടുംബത്തിൽ നിന്നും ഒരു പണ്ഡിതനെ ഒരു ബ്രാഹ്മണ നാടുവാഴികളിൽപ്പെട്ട ഒരു മങ്കട പള്ളിപ്പുറത്തെ ഒരു പ്രധാനി, അയാൾ ഒരു പ്രധാന കാര്യം നടത്താൻ വേണ്ടി ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട അവിടുത്തെ ഒരു നാടുവാഴിയായിരുന്നു. അപ്പൊ അയാൾ മങ്കട പള്ളിപ്പുറത്ത് അയാൾ എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ടവരെ മങ്കട പള്ളിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ആ കുടുംബത്തിൽപ്പെട്ട ഉസ്താദിന്റെ മുൻതലമുറയിലുള്ള ഒരാളെ ക്ഷണിക്കുകയുണ്ടായി. ഏകദേശം അതിപ്പോ ഒരു 300 ആ വർഷത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 300-350 വർഷത്തിന്റെ അടുത്ത് ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് ഉസ്താദ്. അങ്ങനെ മങ്കട പള്ളിപ്പുറത്തെത്തിയ അവരുടെ ബഹുമാനപ്പെട്ടവരുടെ പിതാമഹന് ബഹുമാനപ്പെട്ട ഫളുഫരി ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ പിതാമഹന് അവിടെ വന്ന് താമസമാക്കുകയും അങ്ങനെ അവിടെ നിന്നാണ് കുടുംബം, ഈ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കുടുംബം തുറന്നു വരുന്നത്. പിന്നീട് ഈ കുടുംബത്തിലെ ഒരംഗം കുന്നുമ്മൽ നിന്ന് പള്ളിപ്പുറം പുഴക്കരയായ മടത്തൊടി എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. അക്കാരണത്താലാണ് അബ്ദുൽ ഖാദർ മുസ്ലിയാരെയും പിതാമഹന്മാരെയും മടത്തൊടിക്കാർ എന്നും കുന്നുമ്മക്കാരെന്നും വിളിച്ചിരുന്നു. കുന്നുമ്മക്കാരെന്ന് വിളിച്ചിരുന്നു, മടത്തൊടിക്കാർ എന്നൊക്കെ അക്കാലഘട്ടത്തിൽ ഈ കുടുംബത്തെ വിളിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് 1895 ഏതാണ്ട് ഇന്നിപ്പോ 2015 ആകുമ്പോൾ 120-119 കൊല്ലം മുമ്പാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ജനിക്കുന്നത്. ഒരു ഡിസംബർ 23 തിങ്കളാഴ്ച ദിവസമാണ് നമ്മൾ കണക്ക് കൂട്ടിയാൽ കിട്ടുക. ഹിജറ വർഷം 1313 റജബ് 6 വെള്ളിയാഴ്ചയാണ്. തിങ്കളാഴ്ച അല്ല, വെള്ളിയാഴ്ചയാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത്, മഹാനവറുകൾ ജനിക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ആദ്യകാല വിദ്യാഭ്യാസമൊക്കെ നടന്നിരുന്നത് പള്ളിപ്പുറം മടത്തൊടി എന്ന ആ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദും കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട പള്ളിപ്പുറം യൂസുഫുൽ ഫളുഫരി എന്ന പേരിൽ അറിയപ്പെടുക. പള്ളിപ്പുറം യൂസുഫ് അള്ളാഹു മർക്കദ. യഥാർത്ഥത്തിൽ ഇവര് കുടുംബ പേര് ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയും എന്നാണ് ചരിത്രം പറയുന്നത്. സൂഫി ബിൻ മുഹമ്മദ് ബിൻ ഉണ്ണി സൂഫി ബിൻ മഹിയുദ്ദീൻ ബിൻ സുഫിയാൻ സൂഫി ബിൻ മഹിയുദ്ദീൻ യറമക്കിയാണ് ഈ പിതൃപരമ്പര. പ്രസിദ്ധമായ യറമാക്ക വീട്ടിൽ തറവാടാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ കുലം എന്നുള്ളത് കൊണ്ടാണ് യറമക്കി എന്ന പേര്. അങ്ങനെ സൂഫിബിന് മൊഹിയുദ്ദീൻ ഉണ്ണി സൂഫിബിന് മൊഹിയുദ്ദീൻ യറമക്കിയാണ് ഇവരുടെ പരമ്പര. ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട നമ്മൾക്കൊക്കെ ഇപ്പൊ കജൂലല്ലേ, നമ്മളെ എന്റെ ഉപ്പാന്റെ പേര് എനിക്കറിയാം, എന്റെ ഉപ്പാന്റെ പേരും അറിയാം, പക്ഷെ മൂപ്പരാളപ്പാന്റെ വല്യപ്പാന്റെ പേര് എനിക്കറിയില്ല. അതറിയണോലും ഈ കൂട്ടത്തിലും കുറവേക്കാരം. നമ്മള് തേഞ്ഞ് അന്വേഷിക്കാൻ നോക്കിയാൽ കുടുക്കി പോകൂലേ. പിന്നെന്താ പറയാ, പഴയ കാലത്ത് മനസ്സിലാക്കാൻ കഴിയും. കാരണം വല്യപ്പാന്റെ പേരുണ്ടാവും ഒരു മകൻ എങ്ങനെയാലും, അങ്ങനെ കൂട്ടിപ്പോയാൽ മതി. അങ്ങനെ സൂഫി മൊഹിയുദ്ദീനും മാറൂല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുഹമ്മദ് പോക്കറായിട്ട് ഇങ്ങനെ പോകുന്നുള്ളൂ. ധാർമ്മക്കിയല്ല, യറമാക്ക വീട്ടിൽ എന്ന് പറയുന്ന ഒരു വീട്ടിലാണ്. അതിൽ നിന്നാണ് യറമക്കി എന്ന പേര് വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ടവരുടെ ഖുർആൻ പഠനം തന്നെ വളരെ ചെറുപ്പത്തിൽ നിർവഹിച്ച് പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പഠനത്തിന്റെ തുടക്കമൊക്കെ സ്വന്തം പിതാവിൽ നിന്ന് തന്നെയായിരുന്നു. 2 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണങ്ങളൊക്കെ പഠിച്ച് പിതാവിൽ നിന്ന് അറബി ഭാഷയും ഇസ്ലാമിക ഫിഖ്ഹും അതുപോലുള്ള മറ്റു വിഷയങ്ങളൊക്കെ അഭ്യസിച്ചു തുടങ്ങി. പിന്നീട് പിതാവിനോടൊപ്പം തന്നെ പട്ടിക്കാടിനടുത്ത മുള്ളിയാകുറിശി
മലപ്പുറം, വാഴക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലും ഓതി താമസിച്ചു പഠിച്ചു. പിന്നീട് പിതൃവ്യപുത്രനായ അല്ലാമ മുഹമ്മദ് ബിൻ മുഹിയുദ്ദീൻ മൗലവി കാപ്പാട് മുഹിയുദ്ദീൻ മുസ്ലിയാരുടെ കൂടെ പഠിക്കുകയും 1358 പള്ളിപ്പുറത്താണ് ഈ പള്ളിപ്പുറത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട, ഞാൻ പറഞ്ഞില്ല കാപ്പാട് കുടുംബവും പള്ളിപ്പുറത്താണ് ഉള്ളത് എന്ന് ഞാൻ നേരത്തെ വായിച്ചപ്പോൾ നമ്മൾ ഈ പേര് കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുഹിയുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകൾ മറപ്പെട്ട് കിടക്കുന്നത് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്വദേശമാണ്. ഈ പള്ളിപ്പുറം എന്ന് പിന്നെ എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ടവര് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ടവർ നമുക്ക് പരിചയമുണ്ട്. ഹിജ്റ വർഷം 1365 ഈ ലോകത്തോട് വിട പറഞ്ഞ ഏതാണ്ട് ഒരു 10-20 പരം ഗ്രന്ഥങ്ങൾ അറബിയിൽ രചിച്ച ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. മഹാനവറുകളുടെ ശിഷ്യത്വവും ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചു. ജന്മനാട്ടിൽ നിന്ന് തന്നെ വിജ്ഞാനത്തിന്റെ അത്യുന്നതങ്ങളിലൊക്കെ എല്ലാ ശാഖകളിലൊക്കെ എത്തിയ ബഹുമാനപ്പെട്ടവർ 1337 ഷവ്വാലിൽ ഉപരിപഠനത്തിന് വേണ്ടി വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലേക്ക് പുറപ്പെട്ടു. 4 വർഷം അവിടെ കഴിച്ചുകൂട്ടി അബ്ദുൽ ജബ്ബാർ ഹളറത്ത്, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറഹീം ഇബ്നു ഇസ്മായിൽ ആത്തൂരി, ഇസ്മായിൽ മുസ്ലിയാർ ആത്തൂരിയക്കാരൻ, പിന്നെ ഹസ്രത്ത് ഷെയ്ഖ് അബ്ദുൽ അസീസ് വെല്ലൂരി, അതുപോലെ തന്നെ ഷെയ്ഖ് ഹാദമിൻ അബ്ദുറഹ്മാൻ വേലൂരി തുടങ്ങിയവരുടെ ഒക്കെ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, ബഹുമാനപ്പെട്ടവർ വിദ്യ നേടി. ബാഖിയാത്തിൽ നിന്ന് ബാഖവി ബിരുദം നേടിയെടുത്ത ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകള് തന്റെ വിജ്ഞാനത്തോടുള്ള ദാഹം തീരാത്തതിന്റെ അദ്ദേഹം എന്ത് ചെയ്തു, ഹസ്രത്ത് അഹമ്മദ് ആലിം സാഹിബിന്റെ അഹമ്മദുൽ അദ്റമി എന്ന പേരിൽ അദ്ദേഹം ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഖിബില ശാസ്ത്ര ഗ്രന്ഥമായ റിസാലത്തുൽ മറാദീനി, അതുപോലെ തന്നെ വിശേഷ ഹദീസ് ഗ്രന്ഥമായിരുന്ന സഹീഹുൽ ബുഖാരിയുടെ ചില ഭാഗങ്ങൾ എന്നിവ ഓതി പഠിച്ചു. ബർക്കത്തിന് വേണ്ടി സിൽസിലയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്ന. അതിനുശേഷം അതിരം പട്ടണത്ത് റഹ്മാനിയ കോളേജിൽ നിന്നായിരുന്നു ഈ ബഹുമാനപ്പെട്ടവർ ഈ വിഷയം പഠിക്കുന്നതൊക്കെ എന്തായിരുന്നു, റഹ്മാനിയ കോളേജിൽ വെച്ചായിരുന്നു. പിന്നെ 1341 ബാഖിയാത്തിൽ നിന്ന് ബിരുദമെടുത്ത ബഹുമാനപ്പെട്ട ഉസ്താദ് തഞ്ചാവൂരിനടുത്ത രാജഗിരിയിൽ ഒരു സ്ഥാപനമുണ്ട്, ഖാസിമിയ മദ്രസ. ഖാസിമിയ മദ്രസയിലാണ് ബഹുമാനപ്പെട്ടവർ ആദ്യമായി മുദരിസായിട്ട് എന്ത് ചെയ്യുന്നത്, ബഹുമാനപ്പെട്ടവർ നിരമിതരാകുന്നത്. തമിഴ്നാട്ടിലാണ് ആദ്യം. 3 വർഷം അവിടെ താമസിച്ച് പിന്നീട് നാട്ടിലേക്ക് മടങ്ങി പള്ളിപ്പുറം എന്ന സ്വന്തം നാട്ടിലെ ജുമാഅത്ത് പള്ളിയിൽ തന്നെ മുദരിസായി സേവനം തുടങ്ങി. 3 വർഷം അവിടെ തുടങ്ങിയതിനു ശേഷം വീണ്ടും തമിഴ്നാട്ടിലെ മഹ്മൂദുൽ ബന്ദർ എന്ന സ്ഥലത്തെ മദ്രസത്തുൽ ഖാദിരിയ എന്ന സ്ഥാപനത്തിലെ സദർ മുദരിസായിട്ട് അങ്ങോട്ട് വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോയി. ബഹുമാനപ്പെട്ടവരുടെ ഗുരുനാഥനായ മൗലാന അബ്ദുൽ ജബ്ബാർ ഹളറത്ത് നിർദ്ദേശമനുസരിച്ചാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് വീണ്ടും, അതാ കഴിവാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ ഹളറത്ത് നമ്മളിങ്ങനെ പറയാനൊക്കെ അറബി ആയതുകൊണ്ട് പറയാട്ടോ, ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഈ ശിഷ്യനിലെ ഗുണഫലങ്ങൾ ശരിക്കും കണ്ട് മനസ്സിലാക്കിയതിന്റെ, അങ്ങനെ ചില ആളുകൾക്ക് ഹെല്ലുണ്ടല്ലോ, ആ ശിഷ്യന്മാര് ശരിക്കും മനസ്സിലാക്കിയിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ കുറിച്ച് ഉസ്താദ് മനസ്സിലാക്കിയതിനനുസരിച്ചാണ് തമിഴ്നാട്ടിലെ സ്ഥാപനത്തേക്ക് ഉസ്താദിനെ നിർദ്ദേശിച്ചു വിടുന്നത്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ബഹുമാനപ്പെട്ടവർ തിരൂരങ്ങാടി നടുവിലെ പള്ളിയിലേക്ക് മാറുകയും പിന്നീട് മണ്ണാർക്കാട് മഅദുൽ ഉലൂം, വാഴക്കാട് ദാറുൽ ഉലൂമിലൊക്കെ സദർ മുദരിസായി സേവനം നടത്തുകയും ചെയ്തു. 7 വർഷമാണ് വാഴക്കാട് ബഹുമാനപ്പെട്ടവർ മുദരിസായി. നമ്മുടെ കണ്ണീത്ത് ഉസ്താദൊക്കെ നിന്നിരുന്ന സ്ഥലം, അതുപോലെ തന്നെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ പോലെയുള്ള, ചാലകത്ത് കുഞ്ഞഹമ്മദ് ഉസ്താദിനെ പോലെയുള്ള മഹാരഥന്മാരൊക്കെ സേവനം ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്ത ഒരു സ്ഥാപനമാണ് വാഴക്കാട് ദാറുൽ ഉലൂം. വാഴക്കാട് നമ്മൾ മിനിഞ്ഞാന്ന് ആ സ്ഥാപനം ചർച്ച ചെയ്തിരുന്നു. അക്കാലത്ത് കണ്ണിയത്ത് ഉസ്താദ് അവിടെ 3ാം മുദരിസായിരുന്നു. അവിടെ സദർ മുദരിസായി ബഹുമാനപ്പെട്ടവർ ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവിടെ 3ാമത്തെ മുദരിസായി സേവനം ചെയ്യുന്ന കാലം.
പിന്നെ അവിടെ മാത്രമല്ല, അതിനുശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് പട്ടിക്കാട് റഹ്മാനിയ മസ്ജിദ് ബാപ്പുഹജി, കറാച്ചി ബാപ്പുഹജി നവറല്ലാഹു മർക്കദ മഹാനവർകൾ നിർമ്മിച്ച റഹ്മാനിയ മസ്ജിദിലും ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? ദർസ് നടത്തി. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശരീക്കുമാരാരൊക്കെയെന്നറിയോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊക്കെ നമ്മൾ ഈ മഹത്വം മനസ്സിലാക്കാൻ ഇത് നമുക്ക് കഴിയും. ഹിജ്റ 1382 ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ വലിയൊരു പണ്ഡിതനും സാഹിത്യകാരനുമായിരുന്നു വലിയോറ അഹമ്മദ് ഷഹറാനി ഉസ്താദ്. മഹാനവറുകള് പള്ളിപ്പുറം മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ മരിക്കുന്നത് 1394 അതുപോലെ തന്നെയാണ് തൂതക്കൽ കുഞ്ഞാപ്പൂലേര് മഹാനപ്പെട്ടവർ മരിക്കുന്നത് 1361 അതുപോലെ തന്നെ വലിയ നഹ്വി പണ്ഡിതനായിട്ട് നമ്മുടെ കേരളം വാഴ്ത്തിയൊരു പണ്ഡിതൻ, മേലാറ്റൂർ സ്വദേശിയായിരുന്ന വലിയ പണ്ഡിതനായിരുന്നു, ഫക്കീഹുമായിരുന്ന ബഹുമാനമായ കാട്ടുകണ്ടം കുഞ്ഞാമൂലിയര് ഹിജ്റ 1400 ബഹുമാനപ്പെട്ട ഒരു വ്യാകരണശാസ്ത്ര പണ്ഡിതൻ എന്ന പേരിലും ഫിഖഹിനൊക്കെ പുറമെ വ്യാകരണശാസ്ത്ര പണ്ഡിതൻ എന്ന പേരിലും ബഹുമാനപ്പെട്ട വളരെ ശ്രദ്ധ നേടിയ പണ്ഡിതനായിരുന്നു. ആര്? മേലാറ്റുകാരനായിരുന്ന കാട്ടുകണ്ടം കുഞ്ഞാമൂലിയര് നവറല്ലാഹു മർക്കദ മഹാനവറുകൾ. അതുപോലെ തന്നെ മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവരൊക്കെ മരിക്കുന്നത് ഏതാണ്ട് ഹിജ്റ ഒരേ വർഷത്തിൽ തന്നെ. തുടങ്ങിയ മഹാപണ്ഡിതന്മാരൊക്കെ തന്നെയായിരുന്നു ബാക്കിയാത്തിൽ പോകുന്നതിന് മുമ്പ് അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ സഹപാഠികളായിരുന്നു. പടിഞ്ഞാറങ്ങാടി കുഞ്ഞാലി മുസ്ലിയാർ 1391 വഫാത്തായ ഫറൂഖിലെ യൂസുഫ് അലിയര്, തിരുവാലി ബീരാ മുസ്ലിയാർ, പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിന്റെ ഭാര്യാപിതാവായിരുന്ന അബ്ദുൽ അലി എന്ന കോമ മുസ്ലിയാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട നവറുല്ലാഹു മർക്കദ മഹാനവറുകൾ, കൈപ്പറ്റ കരിമ്പനക്കൽ മൈമുട്ടിയലിയര്, നമ്മൾ നേരത്തെ പറഞ്ഞു കൈപ്പറ്റ മുസ്ലിയാർ, അതുപോലെ തന്നെ കുറ്റൂര് പാലിശ്ശേരി കമ്മൂലിയര്, കോടഞ്ചേരി കോയസം മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ മഹാനവറുകളുടെ ഈ കാലഘട്ടത്തിലെ സഹപാഠി നവറുല്ലാഹു മറാഖിദ സഹപാഠികളായിരുന്നു. അതുപോലെ തന്നെ പിച്ചൻ അബ്ദുൽ അസീസ് മുസ്ലിയാർ കോടൂര്, പിന്നെ ചേറൂർ ഹുസൈൻ മുസ്ലിയാർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇളയ സഹോദര പള്ളിപ്പുറം അബ്ദുൽ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ ഷംസുൽ ഉലമ നവറുല്ലാഹു, പിന്നെ 1393 വഫാത്തായി പോയ മലയമ്മ നാരകശ്ശേരി അബൂബക്കർ മുസ്ലിയാർ, പൂനൂർ കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ, കുമരമ്പത്തൂർ ആമ്പാടത്ത് മുഹമ്മദ് എന്ന കുഞ്ഞിപ്പോലിയര്, പിന്നെ അത് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്ന 1399 പിന്നെ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് കുഞ്ഞസനാജി, പിന്നെ വലിയോറ കുട്ടിയാലിയര്, പിന്നെ അതുപോലെ തന്നെ 1405 വഫാത്തായ പാങ്ങിൽ നൂറുദ്ദീൻ മൂലിയർ നവറുല്ലാഹു മർക്കദ, പാപ്പനശ്ശേരി ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ, വല്ലപ്പുഴ അബ്ദുള്ളോലിയർ, ആമയൂർ ഖാലിദ് മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യർ. അപ്പോ ഷംസുൽ ഉലമയുടെ ഒക്കെ ഉസ്താദാണ് ആര്? അബ്ദുൽ ഖാദർ അൽ ഫദ്ഹരി നവറുല്ലാഹു മർക്കദ മഹാനവർ. സമസ്ത കേരള ഇസ്ലാം മത നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ ആദ്യകാല പ്രസിഡന്റുമാണ്, വൈസ് പ്രസിഡന്റാണ്. സമസ്തയുടെ തുടക്കത്തിൽ 1925 കാലത്തും 34 സമസ്ത രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ അതിന്റെ ഉപാധ്യക്ഷ പദവിയിലാണ് ബഹുമാനപ്പെട്ടവർ അവരോധിക്കപ്പെട്ട ആ സ്ഥാനത്തിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കുടുംബം നമുക്ക് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. മറ്റത്തൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ മഹാനവറുകൾ 1312 വഫാത്തായ ഒരു വലിയ പണ്ഡിതനാണ്. മഹാനവറുകളുടെ മഠത്തിൽ അബ്രാം മുസ്ലിയാർ എന്നാണ്. അദ്ദേഹത്തിന്റെ പുത്രി കുഞ്ഞിപ്പാത്തിമയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഉസ്താദിന്റെ, അത് യൂസുഫ് ഫൽഫരി ഉസ്താദിന്റെ ഭാര്യ. ആരാണ്? അവരിലാണ്, ആ ഭാര്യയിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ജനിക്കുന്നത്, യൂസുഫ് ഫൽഫരി ഉസ്താദിന്. പള്ളിപ്പുറത്ത് പ്രമുഖ ഈ വലിയ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു, ഗ്രന്ഥകാരനും മകനായിരുന്ന മോമോലിയർ, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ആമോലിയർ, അബ്ദുള്ളോലിയർ എന്നീ ഒരുപാട് ഉസ്താദുമാർ യൂസുഫുൽ ഫൽഫരിയുടെ സഹോദരന്മാരാണ്. വലിയൊരു പണ്ഡിത കുടുംബമാണ്. ഇന്നും ആ പണ്ഡിത കുടുംബത്തിൽ അറിയപ്പെടുന്ന ഒരാളുണ്ട്, പക്ഷെ നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കല. കാരണം അത് പണ്ഡിതനല്ല കേട്ടോ, അത് ഭൗതിക പണ്ഡിതനാണ്.
സുന്നി ജമാഅത്തിന് ഒരു പ്രവർത്തനമുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് എത്തുമ്പോൾ. അബ്ദുൽ ഓലിയർ എന്നിവരൊക്കെ സഹോദരന്മാരാണ്. പിന്നെ അബ്ദുൽ ഓലിയർ ഈ ബഹുമാനപ്പെട്ട ഈ ഉസ്താദിന്റെ ഒരു സഹോദരൻ അബ്ദുൽ ഓലിയരുടെ ഖബർ അരിപ്ര ചക്കാരപ്പറമ്പ് എന്ന സ്ഥലത്താണ് ബഹുമാനപ്പെട്ടവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. നവറല്ലാഹു മറാഖിബഹു. നെല്ലിക്കുത്ത് മാട്ടായിൽ കുട്ടിയാലിയാജി എന്നിവരുടെ പുത്രി വിയു എന്നിവരായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആദ്യ ഭാര്യ. അതിലുണ്ടായ മറിയം എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ കരിഞ്ചാപ്പാടി അബ്ദുള്ളോലിയറാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. കരിഞ്ചാപ്പാടി അബ്ദുള്ളോലിയറെ പലരും കേട്ടിട്ടുണ്ടാവും. കരിഞ്ചാപ്പാടി സ്ഥാനല്ലേ അബ്ദുള്ള ഉസ്താദ് നവറല്ലാഹു ബഹുമാനപ്പെട്ടവരെ പലരും കേട്ടിട്ടുണ്ടാവും. പിന്നെ അതിൽ ഒന്ന്. പിന്നെ ഒരു പുത്രി ആരായിരുന്നു? കുട്ടിയോലേര് എന്ന പേരിൽ പ്രസിദ്ധനായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുൽ ഫദ്ഖരി. ഒന്ന്. ഒരു മകളെ കല്യാണം കഴിച്ചിട്ടുള്ളത് കുട്ടിയോലേര്. കുട്ടിയോലേര് ആരാന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? കുട്ടിയോലേര് ആരാന്ന് മനസ്സിലായിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട കുട്ടിയോലേര് എന്ന് പറഞ്ഞ അബ്ദുറഹ്മാനുൽ ഫദ്ഖരി യത്തീംഖാന എന്നൊക്കെ പറഞ്ഞ ബഹുമാനപ്പെട്ടവരുടെ സ്മാരകത്തിൽ ഒരു യത്തീംഖാനുണ്ട്. സാലിമൂലിയർ അയാളുടെ വലിയ മകൻ സാലിമൂലിയർ നടത്തിയിരുന്ന ബഹുമാനപ്പെട്ടവർ മക്കത്ത് വെച്ചതിനോടും സൗദിയിൽ വെച്ചിട്ടാണ് സാലിം ഉസ്താദ് മരിച്ചത് തോന്നുന്നുണ്ട്. പള്ളി ബഹുമാനപ്പെട്ടവര് ഇ കെ ഉസ്താദിന്റെ നവറല്ലാഹു മർക ഷംസുൽ ഉലമയുടെ ബാഖിയാത്തിലെ സഹപാഠിയായിരുന്നു. അങ്ങനെ ഞാനൊരു ചരിത്രം കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ബാഖിയാത്തിലെ ഫൈനൽ പരീക്ഷ നടക്കുമ്പോൾ 1ാം റാങ്ക് ഹീക്കും 2ാം റാങ്ക് കുട്ടിയോലേർക്കുമാണ്. അപ്പൊ 1ാം റാങ്ക് കിട്ടിയ ഇത് പറയുന്ന കുട്ടിയോലേർ ഈക്കിനെ പറ്റി പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞതാണ്. കാരണം ഈ നൂരിഷ തരീഖത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഞാൻ കേട്ടൊരു ചരിത്രാട്ടോ. അതുകൊണ്ട് അതൊരു കേട്ട ചരിത്രമാകുമ്പോൾ അങ്ങനെ തന്നെയാണ് അതിന്റെ ഉൾക്കൊള്ളാനും നമുക്ക് ഞാൻ അങ്ങനെ പറയാനുള്ളൂ. അങ്ങനെ വ്യക്തമായിട്ട് പറയും കേട്ടതാണ് എന്നുള്ളത്. ശബ്ദം കേൾക്കാനല്ലേ. ബഹുമാനപ്പെട്ട ഈ നൂറിഷ തരീഖത്തിനെതിരെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ നവറല്ലാഹു മർകദ ബഹുമാനപ്പെട്ടവർ നൂറിഷ ഷെയ്ത്താന്റെ നൂറുഷ എന്ന് പറഞ്ഞ ഷെയ്ത്താന്റെ നൂറാണ് എന്നൊരു പ്രസംഗം നടത്തി ഓർക്കുന്നുണ്ടോ? കേട്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു പ്രയോഗം ബഹുമാന നൂറിഷ എന്ന് പറഞ്ഞത് ഷെയ്ത്താന്റെ നൂറാണ് എന്നിട്ടൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട് ഉസ്താദ്. അങ്ങനെ ആ ഷെയ്ത്താൻ അങ്ങനെ ഒരു എന്ന് പറയുന്ന ഷെയ്ത്താന്റെ പ്രയോഗം നടത്തി കേട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും നൂറിഷ തരീഖത്തിനെതിരെ സമസ്ത പ്രമേയം പാസാക്കി നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിന്റെ വിഷയത്തിൽ. നൂറിഷ തരീഖത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നൂറിഷക്കാർ ചെറിയ കളി നമ്മുടെ പണ്ഡിതന്മാരെ വെച്ചൊക്കെ കളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ബഹുമാനപ്പെട്ട ഖുത്ബി ഉസ്താദിനെ പോലുള്ള ആളുകളാണ് എന്താണ് തരീഖത്ത് സമ്മേളനം നടത്തിയപ്പോൾ അതിനെതിരെ പോവുകയും ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് ഒരു തന്ത്രം പ്രയോഗിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ഞാൻ നിങ്ങളോട് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോ ഈ നോരിത് പറഞ്ഞപ്പോ കുട്ടിയോലേര് ഇതിനെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ കുട്ടിയോലേര് ഈക്ക ശരിക്കാണല്ലോ. ഈക്ക അങ്ങനെ പറഞ്ഞു നിങ്ങൾ കുട്ടിയോലേര് എന്നാ നന്നായി ആണ്, ഇനിയാണ്ട് ആരും പോകില്ലല്ലോ ഓ പറഞ്ഞു നന്നായി ആണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഈക്കന്റെ കഴിവ് ഇങ്ങനെ പറഞ്ഞപ്പോ കുട്ടിയോലേര് പറയണു ഞാനും ഓനൊക്കെ പഠിക്കണ ഈ സ്റ്റഡി ലീവിനൊന്നും ഒന്നും പഠിക്കൂല. ബഹുമാനപ്പെട്ട ഈ ഉസ്താദ് പഠിക്കണവരെ കാണില്ല. അങ്ങനെ പരീക്ഷ കഴിഞ്ഞപ്പോ ഒരു മാർക്കോ ഒരു മാർക്കോ പോയിന്റ് മാർക്ക് എത്ര കുറവുണ്ടാവല്ലോ ഉസ്താദിന്. ഞാൻ കേട്ട ചരിത്രം ഈ കെ ഉസ്താദിന്. അപ്പൊ ഈ ബഹുമാനപ്പെട്ടവർക്ക് 2 മാർക്കും ഉസ്താദിന് 1 മാർക്കും കുറവ്, അങ്ങനെ എന്താണ്? അപ്പോ ഈ കെ ഉസ്താദ് വീണ്ടും പോകണല്ലോ എന്റെ 1 മാർക്ക് കുറയാൻ എന്താ കാരണം എന്ന് അന്വേഷിക്കാൻ. അപ്പൊ അത് അന്വേഷിക്കണം എന്നാണല്ലോ ഉസ്താദിന്റെ. എന്റെ 1 മാർക്ക് കുറയാൻ എന്റെ എവിടെയാണ് ഗലത്ത് വന്നിട്ടുള്ളതെന്ന് അന്വേഷിക്കണം എന്നതാണ് ഈ കെ ഉസ്താദിന്റെ ആഗ്രഹം എന്ന് കുട്ടിയോലേര് പറഞ്ഞതായിട്ട് ഒരു ഉസ്താദ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നവറല്ലാഹു മറാഖിദഹു. അപ്പോൾ പള്ളിപ്പുറം കുട്ടിയോലേര് എന്ന് പറയുന്ന ബാഖിയാത്ത് സ്വാലിഹാത്തിന്റെ പ്രിൻസിപ്പളായിരുന്നു കുട്ടിയോലേര് ഒരു കാലത്ത്. കുട്ടിയോലേര് ബാഖിയാത്ത് സ്വാലിഹാത്തിന്റെ പ്രിൻസിപ്പളായിരുന്നു. മൂപ്പരാളുടെ ഭാര്യ റുഖിയ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഫദ്ഖരി, ചേനാട്ട് അബ്ദുൽ ഖാദർ ഓലിയർ എന്നാണ് ആ നാട്ടിലൊക്കെ എല്ലാവരും പറയും. ചേനാട്ട് ബാപ്പുജി എന്ന് പറഞ്ഞൊരു മകനുണ്ടായില്ലേ, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ഈ റുഖിയ എന്ന മകളെ കല്യാണം കഴിച്ചിരുന്നത് കുട്ടിയോലേരായിരുന്നു. അങ്ങനെ കുട്ടിയോലേക്കുള്ള ഒരു മകന് സാലിമോലിയരും ഞാൻ നേരത്തെ പറഞ്ഞ കവിയൊക്കെ ആയിട്ടുള്ള അൻവർ മുസ്ലിയാരും. ഈ അൻവർ ഓലിയരും
സാലിമോലിയരൊക്കെ കുട്ടി. അപ്പൊ ഈ കുടുംബത്തിലെ, ഈ പണ്ഡിത കുടുംബത്തിലെ ഇങ്ങനെ ഒരുപാട് കണ്ണികൾ, വേറെയും ഒരുപാട് ഇപ്പൊ ഉള്ളതിലും അല്ലാത്തതൊക്കെ ആയിട്ട്, അത് ചില ആളുകളെ കഴിവാണ്. ഇപ്പൊ ഞാൻ നമ്മളെ ഇപ്പടുത്ത പട്ടിക്കാട് കോളേജിലെ നമ്മളെ പട്ടിക്കാട് വാർഷിക മഹാസമ്മേളനത്തിലെ മറ്റേ എന്താണ് ഷൈരിലും സിയെ മറ്റേ ഒരു ഇതുണ്ട്, സായാഹ്ന കവി സദസ് ഉണ്ടായിരുന്നു അറബ്. അപ്പൊ ആ കവി സദസ്സിൽ നമ്മുടെ ഒരു അബ്ദുള്ള എന്നുണ്ട്, നമ്മുടെ ഇവിടെ എന്താണ് പുസ്തകന്റെ പേര് പഠിച്ചോനെ മറന്നുപോയി, പട്ടിക്കാട് അടുത്തുള്ള നമ്മുടെ ഒരു വലിയ കുടുംബം ഉണ്ടല്ലോ, മുജാഹിദിന്റെ ഒരു പരിഭാഷ ചെയ്ത ഒരാളില്ല ആ കുടുംബത്തിന്റെ പേരിൽ, എന്താണ് യമാനി, അങ്ങനെ ഈ അവിടെ അതുപോലുള്ള ഒരു കുടുംബം, എന്താ പേര് ഞാൻ മറന്നുപോയി, എന്നോട് ക്ഷമിക്കുക. അതിലുള്ള ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു, അബ്ദുള്ള വൈസി, ബഹുമാനപ്പെട്ട ഒരു ഞാൻ പരിചയപ്പെട്ടിരുന്നു. നല്ല കവിത അവതരിക്കും. അദ്ദേഹത്തിന്റെ കവിത വായിച്ചൊക്കെ കോളേജിലെ അധ്യാപകനാണ്. 3 ദിവസമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PhD റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സലാം വൈസിന്റെ അനിയനാണ്. കോഴിക്കോട് ഉണ്ടല്ലോ ഒരു സലാം വൈസ് ഉണ്ട്, ആ ഉസ്താദിന്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് കുട്ടിക്കാടിനടുത്ത് തന്നെയാണ്, അമാനത്ത് കോയണ്ണ ഉസ്താദ്. അമാനത്ത് കുടുംബത്തിന്റെ ഒരു പരമ്പരയിൽപ്പെട്ട ആ ഒരു കഴിവ്, അവർക്കൊരു കഴിവുണ്ടായിരുന്നു, അറബി സാഹിത്യ രംഗത്തൊരു കഴിവുണ്ട് അമാനത്ത് ഉസ്താദിന്റെ കുടുംബത്തിൽ. ഞാൻ മറന്നുപോയി, പഠിച്ചോനെ പൊറുക്കരുതാണ്, അന്ന് മറക്കാൻ പാടില്ലാത്ത പേരാണ്. ബഹുമാനപ്പെട്ട അമാനത്ത് കോയണ്ണ ഉസ്താദിന്റെ കുടുംബത്തിലും ഇതുപോലെ ഉണ്ടായിരുന്നു. അന്ന് അബ്ദുസലാം വൈസി അവിടെ ഉണ്ടായിരുന്നു. സലാം വൈസി ഇപ്പൊ ട്രാൻസ്ലേറ്റർ തോന്നുന്നുണ്ട് കോഴിക്കോട്. കാരണം അയാൾ ഈ UN-നുമായൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്ന ഒരാളുണ്ട്, ഒരു അയക്കാടെ പേരെ മറന്നു. അയാൾ കൂടെ ഒരു ട്രാൻസ്ലേഷൻ ജോലിയിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് തോന്നുന്നുണ്ട്. ബഹുമാനപ്പെട്ട അമാനത്തിന്റെ കുടുംബത്തിലെ മകന്റെ മകൻ അലി അബ്ദുള്ളയൊക്കെ, അവർക്ക് ചില കുടുംബത്തിനുള്ള ഒരു ഹള്ള് ആ വിഷയത്തിൽ നമ്മൾ ഈ കവിതയിൽ കേരളത്തിൽ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുവരുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം ഇവരുടെയൊക്കെ ഈ അൻവർ ഓലിയരുടെ കവിത കഴിവിനെ, അദ്ദേഹത്തിന്റെ അറബി ഭാഷയിലെ കവിതകളുടെ ഇതിന്റെയൊക്കെ കഴിവിന് മുമ്പ് മുജാഹിദിന്റെ തന്നെ വലിയ കോഴിക്കോട് ഇതിലുള്ള ഒരു പ്രൊഫസർ ഉണ്ട്, ഡോക്ടർ PhD ഒക്കെ നേടിയ മൂപ്പരാൾ തന്നെ ഒരിക്കൽ പറഞ്ഞതായിട്ട് നമ്മുടെ അൻവാറുൽ ഇസ്ലാം അറബി കോളേജ് ഉണ്ടല്ലോ തിരൂക്കാട്, അതിലെ MA വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ വന്നപ്പോൾ ഈ ഉസ്താദിന്റെ കഴിവിനെ പറ്റി മകൻ അബ്ദുൽ ഖാദർ എവിടെ ആരെ മനസ്സിലായില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഇങ്ങനെ ഒരു കുടുംബത്തിന് ഹെല്ലുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ ഈ റുഖിയ എന്നവരുടെ കല്യാണം കഴിച്ചിട്ടുള്ളത് അത് നമ്മൾ അബ്ദുൽ ഖാദർ അല്ല അൻവർ ഓലിയർ ഈ കാര്യങ്ങൾ ചോദിക്കുന്നല്ലേ. അൻവർ ഓലിയർ ഉള്ളത് എന്റെ ഇപ്പത്തെ ഓർമ്മ ശരിയാണെങ്കിൽ മദീനത്ത് എവിടെയാണ്, സൗദി അറേബ്യയിലേക്ക് അദ്ദേഹത്തെ ഈ വിജ്ഞാന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്തോ ഒരു ഇതിലെ ദർസോ എന്തൊക്കെ ആയിട്ട് നടന്നു പോകുന്ന ഒരാളാണ് ഇപ്പോൾ റിയാദിലുള്ളത്. എനിക്കത്ര സൗദിയിലുണ്ട്, റിയാദിലുള്ള അൻവർ ഓലിയർ. ഓക്കെ, നല്ല കഴിവുള്ള പണ്ഡിതട്ടോ, ഭയങ്കര വയസ്സ്. ഓക്കെ, ചേരാംശം ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞു. സൗദിയിലാണ് ഉള്ളത് എന്നുള്ളത് ലാസ്റ്റ് ഘട്ടം എനിക്കറിയാം. അങ്ങനെ മൂപ്പൊരാള് ഒന്ന്. പിന്നെ ഒരു മകനുണ്ട്, അത് ചേനാട്ട ബാപ്പുജി എന്ന് പറയും. ചേനാട്ട ബാപ്പുജി എന്ന് പറഞ്ഞാൽ KM റഹീമിന്റെ വാപ്പയാണ്. പ്രൊഫസർ KM റഹീമില്ലേ, അവന്റെ ടൗസർ ഇട്ടോനാടാത്ത് അദ്വജി ബാപ്പുജി, തോർത്തുണ്ടൊക്കെ തലയിൽ കെട്ടി കിടക്കുന്ന ഒരു ബാപ്പുജി. മൂപ്പരാളുടെ പേര് യൂസുഫ് എന്നാണ്, മുഹമ്മദ് യൂസുഫ് എന്ന പേര് വല്ലിപ്പാന്റെ പേരാണ്, പക്ഷെ ചേനാട്ട് ബാപ്പുജി എന്ന് പറയാം. പക്ഷെ ഈ ഇതുണ്ടല്ലോ ബഹുമാനായിട്ട് ഈ റുഖിയ എന്ന് പറയുന്ന മകള് കിതാബി വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് തുടങ്ങി. കാരണം വാപ്പാന്റെ അടുത്തൊന്ന് പലപ്പോഴും കിതാബ് ഓതിയിരുന്നു എന്ന് എന്റെ വല്യമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്. എന്റെ വല്യമ്മ പറഞ്ഞ് മരിച്ചു പോയി ഇപ്പോഴത്തെ കാലത്ത്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ രണ്ടാർക്കും. വല്യമ്മയും ഈ ഖാദറോലിയുടെ ചനാട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഫളുഫരി ഉസ്താദിന്റെ മകള് റുഖിയയും കൂടി ഒന്നിച്ചപ്പോ റുഖിയക്ക് കൂട്ടായിട്ട് വല്യമ്മ ഉണ്ടാകുക എന്നങ്ങനെ പറഞ്ഞു. വല്യമ്മ പറഞ്ഞ ഒരു ചരിത്രം പറയലുണ്ട് ഇവർ. ഞാൻ പറയും ഇങ്ങനെ വല്യമ്മനെ കണ്ട് ത്വയും, കാരണം ഈ കുടുംബത്തിന്റെ ചരിത്രം കേൾക്കാൻ വേണ്ടി, അവരുടെ നാട്ടിലല്ലേ അത് കിട്ടാൻ വേണ്ടി അങ്ങനെ കിട്ടിയൊരു വിഷയമാണ്. അങ്ങനെ കിതാബ് അന്ന് ഓതി പഠിച്ചിരുന്നു. പക്ഷെ അതിന്റെ ഓതി പഠിച്ചിട്ടുണ്ടാവണമെന്ന് തന്നെയാണ്. കാരണം എന്റെ വല്യമ്മ എന്നെ പലപ്പോഴും പല വിഷയങ്ങളിലും അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കഴിവുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരൊക്കെ നമ്മൾക്ക് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ.
അങ്ങനെ പെരുമ്പലം. അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന 4 നമ്മളെ മക്കളെ പറഞ്ഞല്ലോ. ഒന്ന് റുക്കിയ, മറ്റൊന്ന് മറിയം, പിന്നൊന്ന് പിന്നെ ഒരു കല്യാണം കഴിച്ചത് ബഹുമാനപ്പെട്ട ഒരു പെരുമ്പലം എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന്. ആദ്യം മറ്റത്തൂർ നെല്ലിക്കുത്ത് മാട്ടായിൽ കുട്ടിയലേജിയുടെ മോളാണെങ്കിൽ പിന്നെ കല്യാണം കഴിച്ച പെരുമ്പലം. അതായത് ഇവർ അവിടുന്ന് പുഴ കടന്നാൽ കിട്ടുന്ന പ്രദേശമാണ് പെരുമ്പലം എന്നാണ്. പെരുമ്പലം കൂരിമണ്ണിൽ കുഞ്ഞാലി ഹാജിയുടെ മകൾ ഫാത്തിമയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ 2ാമത്തെ ഭാര്യ. അതിലുണ്ടായതാണ് മർഹൂം ബഹുമാനപ്പെട്ട എൻ അബ്ദുല്ലോലിയർ, പൂന്താന അബ്ദുല്ലോലിയർ, അവരുടെ ഭാര്യ റാബിയ. പൂന്താന അബ്ദുല്ലോലിയർ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടണം. വലിയ വായിലായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് നവറുല്ലാഹു മർക്കദ. വലിയ വായില്, ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ട വായിലൊക്കെ പറഞ്ഞിരുന്ന ഉസ്താദുമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട പൂന്താനം ഉസ്താദ് എന്ന് കേട്ടിട്ടുണ്ട്. അല്ല, കുട്ടികളുടെ ചരിത്രത്തിൽ ഉണ്ടാവാം. അത് നിങ്ങൾ ഇന്നൊരു പരീക്ഷണത്തിനുള്ള പരിപാടിയാണ്. അതെനിക്കറിയില്ല ഏതായിരുന്നാലും. ഞാൻ സാലിം മൗലവി അൻവറുലിയർ ഞാൻ എന്റെ ഒരു പഠനത്തിൽ കിട്ടിയാണ്. ഖാദറുലിയറെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് അതിന്റെ പൂർണ്ണ ചരിത്രത്തിലേക്ക് അറിയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഒരാളുടെ ചോദ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പൂന്താന ഉസ്താദിന്റെ ഭാര്യ, പൂന്താന അബ്ദുള്ളയുടെ ഭാര്യ റാബിയ, പിന്നെ അരിപ്ര അബ്ദുൽ ഖാദർ എന്ന കായ് മുസ്ലിയാരുടെ ഭാര്യ സെൽമ, കാടേരി അബ്ദുൽ കലാം മുസ്ലിയാർ നവറുല്ലാഹു മർക്കദ, മഹാനുടെ പുത്രൻ അബ്ദുൽ വഹാബോലിയരുടെ ഭാര്യ മൈമൂന എന്നിവരൊക്കെ ജനിച്ചത് ഈ പെരുമ്പലം കൂരിമണ്ണിൽ നിന്ന് കല്യാണം കഴിച്ച ഫാത്തിമ എന്ന ഭാര്യയിലായിരുന്നു. ഇതിലൊരു പുത്രൻ ഉണ്ടായിരുന്നു. ആ പുത്രൻ ബഹുമാന മുഹമ്മദ് അലി എന്ന പേരിൽ അദ്ദേഹം ഹിജ്റ 1374 തന്നെ എന്ത് ചെയ്തു, നിര്യാതനായി. പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കഴിവ് നമ്മൾ പറഞ്ഞു. 1000 പങ്കെടുത്ത സദസ്സുകളിലൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് നല്ല പ്രഭാഷണം നടത്തുകയും നല്ല സാരോപദേശം നൽകുകയും ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ജനങ്ങൾ അത് വലിയ ആവേശത്തോടു കൂടി സ്വീകരിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവ് ഉസ്താദിനുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന് കവിത വലിയ ഒരു ആവേശമായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടു കാണുന്നു. കവിതയിൽ, അറബി കവിതയിലൊക്കെ. ഏതായിരുന്നാലും ഉസ്താദിന്റെ 2 ഭാര്യമാർ, ഒരു കുടുംബം പള്ളിപ്പുറത്ത്, റഹീമിന്റെ ഒക്കെ വാപ്പ ഉള്ള ബാപ്പുജിയൊക്കെ അവര് മറ്റേ ഇവിടെ പള്ളിപ്പുറം എന്ന് പറഞ്ഞൂടെ ശരിക്കും, അത് പടിഞ്ഞാറ്റുമുറി എന്നാ പറയേണ്ടത്. പള്ളിപ്പുറത്തിന്റെ താഴെ പടിഞ്ഞാറ്റുമുറിയിലുണ്ട്. പിന്നെ ഒരു കുടുംബം 2 ഭാര്യമാരെയും 2 വീടുകളെ പെരുമ്പലത്തും പടിഞ്ഞാറ്റുമുറിയിലും വീടുകൾ ഉണ്ടാക്കി അവിടെ എന്തായിട്ടുണ്ട്, അവിടെയാണ് അവരുടെയൊക്കെ കുടുംബം ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് ധാരാളം ഗ്രന്ഥങ്ങൾ കേരളക്കരക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇവയൊക്കെ, ചിലതൊക്കെ ഇതിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജവാഹിറുൽ അഷ്ആറൊക്കെ ലഭ്യമാണ്. ഇതിലൊന്നാണ്, എനിക്കറിയില്ല ഉസ്താദ് എവിടെയുള്ള, ഖാദറുലിയർ എവിടെ ഉള്ളത് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ഇതല്ല, ഞാനല്ല അറിയില്ല, എനിക്കറിയില്ല എന്നുള്ളതാണ്. അത് ഇപ്പൊ എവിടെ ഉള്ളത് എന്നുള്ളത് ആള് ശരിയാണ്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികളേരെ മോന്. പക്ഷെ അത് എവിടെ ഉള്ളത് എനിക്കറിയില്ല. വാക്കുകയാണ് അതെനിക്കറിയാം, പക്ഷെ അതെനിക്കറിയില്ല. ഏതായിരുന്നാലും ജവാഹിറുൽ അഷ്ആർ ഉസ്താദിന്റെ ഒരു കൃതിയാണ്. അതുപോലെ തന്നെ ഉസ്താദിന്റെ മറ്റൊരു കൃതിയാണ് മജ്മുഉൽ ഫവായിദ്. പിന്നെ സഹിലു സിബിയ ഫി മദ്രസത്തുൽ ഖാസിമിയ എന്ന കൃതി, അതുപോലെ തുഹ്ഫത്തു സിബിയാൻ, പിന്നെ മജ്മുഉൽ ഫതാവ, ഹാഷിയത്ത് അല തഖ്മീസ് ബാനത്ത് സുആദ്, ദീവാനുൽ അഷ്ആറുൽ ഗർബിയ, പിന്നെ ഖൈറുദ്ദാറൈന്, ഖസീദത്തുൽ ലാമിയ, ഹാഷിയത്ത് അല ഷറഹിൽ ഖത്തർ, ഇങ്ങനെയുള്ളൊക്കെ ധാരാളം കൃതികൾ ബഹുമാനപ്പെട്ട 10ൽ പരം കൃതികൾ ബഹുമാനപ്പെട്ട ഉസ്താദ് കൈരളിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഇതിനൊക്കെ പുറമെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ അറബി കവിതയിലെ കഴിവ് കൊണ്ട് തന്നെ പലപ്പോഴും ധാരാളം കവിതകൾ, മർസിയത്തുകൾ, മഹാപണ്ഡിതന്മാരെ കുറിച്ച് അനുശോചന കാവ്യങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. 1363 റജബ് 17 ശനിയാഴ്ച ബഹുമാനപ്പെട്ടവർ പടിഞ്ഞാറ്റുമുറിയിലെ വസതിയിൽ ആ പണ്ഡിതൻ നിര്യാതനാകുകയും ബഹുമാനപ്പെട്ടവർ മറമാടിയിട്ടുള്ളത് പെരുമ്പലം ജുമാഅത്ത് പള്ളി സമീപം പിതാവിന്റെ ഖബറിനടുത്ത് തന്നെയാണ്. അനേക സഹസ്രവിശ്വാസികളുടെ സന്നിധിയിലായിരുന്നു അവിടെ ബഹുമാനപ്പെട്ടവരുടെ മയ്യത്ത് പരിപാലനം നടന്നത്. ബഹുമാനപ്പെട്ടവർ മറമാടി കിടക്കുന്ന പെരുമ്പലം എന്ന പ്രദേശത്ത് നിങ്ങൾക്ക് ഇനി എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ മഞ്ചേരിയിൽ നിന്നും മലപ്പുറം വേണ്ടി ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ സിയാറത്ത് ചെയ്യാം. ബഹുമാനപ്പെട്ടവരുടെ ഖബർ ആ പള്ളിയിലേക്ക് കയറുന്ന സ്ഥലത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
തന്നെ ഉസ്താദ് പടിഞ്ഞാറ്റുമുറിയിൽ ഖത്തീബാണ്, അതെനിക്ക് എനിക്കറിയില്ല. ഞാനായിരുന്നാലും കാതറോലിയരുണ്ട് പടിഞ്ഞാറ്റുമുറി. അവിടെ ഉസ്താദുമാരുടെ ഒരു നിരയുള്ള സ്ഥലമാണ് ഈ പടിഞ്ഞാറ്റുമുറി എന്ന് പറഞ്ഞ സ്ഥലം. പടിഞ്ഞാറ്റുമുറി ഈ പള്ളിപ്പുറം എന്ന് പറഞ്ഞ പ്രദേശത്തിന്റെ താഴെയാണ് ഈ പടിഞ്ഞാറ്റുമുറി. പക്ഷെ ഈ പള്ളിപ്പുറം എന്ന് പറഞ്ഞ പ്രദേശമാണ് അവർക്ക് അറിയപ്പെടാം. പക്ഷെ അവരുടെ പലപ്പോഴും അവർക്ക് മലപ്പുറത്തേക്ക് മുമ്പ് കുട്ടലങ്ങാടി വഴിയാണ് ഇപ്പൊ അവർക്ക് അവിടെ പാലായി, ഒരു പാലം വന്നിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഖബറ് നവറുല്ലാഹു മർക്കദ ഖബറിടം കിടക്കുന്നത് പെരുമ്പലം പള്ളിയിലാണ്. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ബസ് റൂട്ട്, അതായത് മഞ്ചേരിയിൽ നിന്നും മലപ്പുറത്തേക്ക് പോകുന്ന മലപ്പുറത്തേക്ക് മഞ്ചേരിക്ക് പോകുന്ന ബസ്സിന് പാണായി എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങാം. ആനക്കയം കഴിഞ്ഞിട്ട്, മഞ്ചേരി എന്ന് പറയുമ്പോൾ ആനക്കയം കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്ഥലമാണ് പാണായി. പാണായി എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പെരുമ്പലം പള്ളിപ്പടി അങ്ങോട്ട് പറയും, പെരുമ്പലത്തേക്ക് പോവാം. അങ്ങോട്ട് തുറക്കിന്റെ പെരുമ്പലം ലാസ്റ്റ് എത്തുമ്പോൾ അവിടെയാണ് അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലാണ് കയറിച്ചെല്ലിനോട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഖബറിടം കാണാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ അവിടെ പോയവർക്ക് വീണ്ടും പോകാനും പോകാത്തവർക്കൊക്കെ പോയൊക്കെ സിയാറത്തുകൾ ചെയ്യാനും അവരുടെയൊക്കെ ഹജ്ജ് ബർക്കത്തുകളെ കൊണ്ട് നമ്മുടെ ആഖിറം രക്ഷപ്പെടാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഇതൊക്കെ ചില ആളുകൾ അറിയാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെയൊക്കെ മഹാരഥന്മാരായ ആളുകൾ എവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നറിയപ്പെടാതെ പോയിട്ടുണ്ട്. നമ്മുടെ കൈരളിയുടെ വലിയൊരു നഷ്ടം തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ല. ഫത്വൽ മൊഴീൻ എന്ന് പറയുന്ന ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥം എഴുതിയ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സഗീർ മഹാനവറുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഖബർ നിജപ്പെടുത്തി നമുക്ക് കിട്ടിയിട്ടില്ല. നഷ്ടല്ലേ? ഒരു സ്ഥലത്ത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് എഴുതി വെച്ചേക്കാണ് ചോമ്പാൽ കുഞ്ഞിപ്പള്ളിയിലല്ലേ മഹാനവറുകളുടെ. അപ്പൊ അങ്ങനത്തെ നഷ്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ചില രേഖകളൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുത്താൽ നാളേക്ക് ഇതൊക്കെ ഉപകാരപ്പെട്ട് വരും എന്നുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ, അപ്പോൾ പള്ളി അവിടെയാണ്, ബഹുമാനപ്പെട്ടവരാണ് അവിടെ. ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഉസ്താദിന്റെ ഖബറിൽ പോയത് അനക്കയം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട ഈ ഉസ്താദിന്റെ ഭാര്യ കുടുംബത്തിൽ കൂരിമണ്ണില് എന്താ ആജി ആള് പേര് മറന്നുപോയി, അദ്വജി, കൂരിമണ്ണിലെ അദ്വജി മരിച്ചപ്പോ ആനക്കയത്തുള്ള തടിമില്ലിന്റെയും ഇതിന്റെയൊക്കെ മുതലാളിയായിരുന്നു. നമ്മളെ സമസ്തന്റെ വലിയ പോരാളിയായിരുന്നു. ബഹുമാനപ്പെട്ടവർ ഈ അവസാന എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പ്രത്യേകം ഒരു സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ഈ അദ്വജി. ആരടാന്ന് വെച്ചാൽ ഞാനിടാന്ന് പറയുന്ന ഒരു സ്വഭാവം. ലീഗും സമസ്തയും ഒരു വലിയ ഒരു ലഹരിയായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക്. ബഹുമാനപ്പെട്ടവർ ആ പ്രദേശത്ത് മറ്റേ വികലിതരുടെ എല്ലാ കളികളും നടന്ന് മദ്രസ പോലും തട്ടിപ്പോയപ്പോൾ ഒരു വലിയ സുന്ദരമായൊരു മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് അത് വിജയിപ്പിച്ച് ഒരു മദ്രസ ഉണ്ടാക്കി കൊടുത്ത ആളാണ് ബഹുമാനപ്പെട്ട ഈ അദ്വജി. വഫാത്തായ ദിവസം ഒരാളെ മയ്യത്ത് ഏതാണ്ട് ഈ ഖബർസ്ഥാനിൽ തന്നെ ഉള്ളത്. അന്ന് ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങൾ ആണ് ബഹുമാനപ്പെട്ട അദ്വൈജിന്റെ ഇമാമത്ത്, മറ്റു മയ്യത്തിന് നിസ്കാരത്തിന് ഇമാമത്തിന് വന്നിരുന്നു. അന്ന് ഉസ്താദിന്റെ ഖബർ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും പള്ളിപ്പുറം ബഹുമാനപ്പെട്ടവര് അത്രയൊക്കെ നമ്മളിപ്പോ പറഞ്ഞു. അതിന് പിന്നെ പള്ളിപ്പുറം, പിന്നെ കൊളത്താത്ത് മൊയ്തീൻ കുട്ടിവലിയര്, കെടുങ്ങാൻ KT ഇബ്രാഹിം മുസ്ലിയാര്, അതുപോലെ തന്നെ അഹമ്മദ് കോയ ഷാലിയത്തി. ഇയാളെ എഴുതി നോക്കണ്ടോ ആരാ ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയത്തി? നമുക്ക് ഇൻഷാല്ലാഹ് പരിചയപ്പെടാനുള്ളതാണ്. നിസാമിന്റെ മുഫ്തി സ്ഥാനത്ത് മദ്ഹബിലും ഒരുപോലെ ഫത്വ കൊടുക്കാൻ കഴിയുന്നവർക്ക് കിട്ടിയിരുന്ന മുഫ്തി സ്ഥാനത്ത് ഇരുന്നതിനാളാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയത്തി റഹ്മത്തുള്ളാഹി. കാടേരി അബ്ദുൽ കമാൽ മുസ്ലിയാർ, കാട്ടുങ്ങൽ ആറ്റുകോയ തങ്ങൾ മുതലായ മഹാപണ്ഡിതന്മാർ നവ്വറല്ലാഹു മറാഖിദഹും ഇവരൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിൽ വിലാപകാവ്യം രചിച്ചിട്ടുണ്ട്. ആര്? നമ്മൾ മഹത്വം മനസ്സിലാക്കാൻ ഒരു കാര്യം മനസ്സിലാക്കുക. അഹമ്മദ് കോയ ഷാലിയത്ത് ബഹുമാനപ്പെട്ട ഷാലിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവരൊക്കെ മർസിയത്ത് എഴുതിയിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഫദ്ഫരി. ആ മഹാനവറുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അയാള് ബഹുമാനപ്പെട്ടവർ 1944 ജൂലൈ 8 വഫാത്തായിട്ടുള്ളത്.
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതൊരു റജബ് 17-നാണ് 1363 ഒരു ശനിയാഴ്ച ദിവസമാണ്. ഏതായിരുന്നാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. സമസ്തയുടെ ഉപാധ്യക്ഷനായിരുന്ന ആദ്യകാലത്തെ ഉപാധ്യക്ഷന്മാരിലൊരായിരുന്ന അബ്ദുൽ ഖാദർ ഉസ്താദ് ഫൽഫരി എന്നവരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അല്ലാഹു മർക്കദ. ഏതായിരുന്നാലും ഞാൻ തൽക്കാലം മൈക്ക് യൂസ് ചെയ്യുന്നു. ദീർഘിച്ചു പോയാലും ഞാൻ എന്നോട് ക്ഷമിക്കുക. ആളുകൾക്ക് മുഷിപ്പ് വന്നിട്ടുണ്ടെന്ന് മുമ്പിച്ച ഡ്രോപ്പ് ഔട്ട് റൂമിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഡ്രോപ്പ് ഔട്ടിന് ഇടം കൊടുക്കുന്ന പരിപാടികളൊക്കെ പരമാവധി മാറ്റിവെക്കലാണ് എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, മബ്റൂക്ക്. അൽഹംദുലില്ലാഹ്, വളരെ മനോഹരമായിട്ട് നമ്മുടെ റൌഫ് സാഹിബ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അബ്ദുൽ ഖാദർ ഫുൽഹരി ഉസ്താദിന്റെ ചരിത്രം. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ റേഡിയോയിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ റേഡിയോ ശ്രോതാക്കളൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ ശ്രവിക്കുന്നതിനേക്കാളും വളരെ ഹൃദയത്തിന് ഇത് വളരെ വ്യക്തമായിട്ട് കയറും. കാരണം അങ്ങനെ റേഡിയോയിലാകുമ്പോൾ ഇതുപോലത്തെ നമ്മുടെ PM-കളുടെ ഫിത്തനകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ റേഡിയോയിൽ ശ്രമിക്കുന്നവർക്ക് സാധിക്കും. അൽഹംദുലില്ലാഹ്, ഏതായാലും റൌഫ് സാഹിബ് ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ ഉസ്താദന്മാരുടെ നമ്മുടെ സമസ്തയുടെ നേതാക്കളെ കുറിച്ചുള്ള അബ്ദുൽ ഖാദർ ഫുൽഹരി ഷെയ്ഖുന അബ്ദുൽ ഖാദർ ഫുൽഹരി ഉസ്താദിനെ കുറിച്ചായിരുന്നു നാം ഇന്ന് ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അവിടെയൊക്കെ മദദ് കൊണ്ട് നമ്മുടെയൊക്കെ ഇരുലോക വിജയികളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി മറ്റുള്ള വ്യാപിത്തങ്ങളൊന്നും കാണുന്നതിൻ്റെ ഒന്ന് നമ്മൾ കരീം ഫൈസി ഉസ്താദ് പോയോ? കരീം ഫൈസി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? അബൂഷിബിൻ ഉസ്താദൊക്കെ ഉണ്ട്. എല്ലാവരും ഓപ്പൺ ഫോറത്തിന്റെ ആളുകളൊക്കെ ഉണ്ട്. ഉസ്താദ്മാരൊക്കെ ഒന്ന് റൈസാൻ ചെയ്ത് വരി. ഇല്ലേ, അബൂഷിബിൻ ഉസ്താദൊക്കെ മൈക്കിൽ വരി, റൈസാൻ ചെയ്ത് വരി. നമ്മുടെ തങ്ങളൊന്നും കാണുന്നില്ലല്ലോ. തങ്ങൾ ഇവിടെ പോയിന്ന് വ്യാപിത്തങ്ങൾ ആണ് ഓപ്പൺ ഫോറത്തിനൊക്കെ ആളുകളെ